ഗുഡ് മോർണിംഗ് സർ. ലിങ്ക് ഓപ്പൺ എന്ന് കാണാത്ത കാരണം സാർ അതിരിക്കണ്ടായി. സാധാരണ സാറ് ലിങ്ക് ഓപ്പൺ എന്ന് പറയാറുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ടു ആൾ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ പറഞ്ഞോ. ബൈജു, നമ്മുടെ ലിങ്ക് നമുക്ക് ഏത് ക്ലാസ്സിന്റെ 10 മിനിറ്റ് മുന്നേ ഓണാവും, ഓട്ടോമാറ്റിക്കലി ഓണാവും. നിങ്ങൾ ആരാണോ ആദ്യം ജോയിൻ ചെയ്ത് അവർക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി. ഞാൻ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ച് റിസീവ് ചെയ്യുന്ന ആൾ വേണമല്ലോ ആഡ് ചെയ്യാൻ, എക്സിറ്റ് ചെയ്യാനായിട്ട്, അഡ്മിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ അത് കാരണം വെയിറ്റ് ചെയ്തിരിക്കണ്ടായി, ആയി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. ഓക്കെ സാർ. നമ്മൾ 10 മിനിറ്റ് മുന്നേ ഓപ്പൺ ആവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, പരസ്പരം പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് മുന്നേ തന്നെ ജോയിൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക. അത് നല്ല സ്വഭാവമാണ്. സാർ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു ഗ്രൂപ്പിൽ. ശരി, ഞാൻ എന്നെ പോലെ ചിലപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കാം. ഉറപ്പായിട്ട് ഞാൻ പറയും. തുടങ്ങാം. എന്താണ്, ആളുകളുടെ എണ്ണം കുറവാണല്ലോ. ഇപ്പൊ ടീം ലീഡേഴ്സിന് ടീം ലീഡറെ വെക്കേണ്ട അവസ്ഥ. അല്ല, ശരിയാണ്. ശരിയാക്കി തരാം. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്വഭാവം, ഇന്നത് വെളിപ്പെടും. ഒന്നാമത്തെ കാര്യം, ഇന്നലെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചപ്പോ എന്റെ സ്ക്രീൻഷോട്ടിന്റെ മുകളിൽ ആദ്യം കണ്ടൊരു സാധനമുണ്ട്, കണ്ടിരുന്നു? ഫസ്റ്റ് ഞാൻ കാണിച്ചത്, എന്റെ ബേർഡ് ട്രേറ്റ് ചെയ്ത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. സനീഷ്, ഓർമ്മ ഉണ്ടോ? ക്ലിയർ ആയില്ല, കേട്ടില്ല. ഈഗിളല്ലേ സാറേ? അതെ, ഈഗിൾ. ആ ചില്ലറക്കാരനല്ല. ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുന്നൊന്നും പുറത്തെടുക്കാത്തൊരു സ്വഭാവമാണ് ഈഗിളിന്റെ. ആ ഈഗിൾ എന്ന് പറയുന്നവൻ ആൾ നിസ്സാരക്കാരനോ ചെറിയവനോ അല്ല. അപ്പൊ തുടങ്ങലെന്നാ. ഓക്കെ, എന്താണ് വീഡിയോസ് ഒന്നും ഓണാവാത്തത്? ആകെ 10 പേരോ 12 പേരോ. ഡെയിലി ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. സാധാരണ ഡെയിലി ആകുമ്പോ കൂടല്ലേ വേണ്ടത്? എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? ഞങ്ങളുടെ എന്റെ വീടിന്റെ താഴെയൊക്കെ വെള്ളം കയറി, റോഡിലേക്ക് വെള്ളം കയറി. അപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം. അങ്ങനെയും ഒരു ഇതുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ ആയതും. ചിലപ്പോ കറണ്ട് ഉണ്ടാവില്ല, മൊബൈൽ ചാർജ് ഉണ്ടാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. ശരി, നമുക്കുള്ളവരെ കൊണ്ട് ഞാൻ എന്റെ സ്വഭാവം അങ്ങനെയാ. ആരാ ഒരാളെന്തെങ്കിലും, ഞാൻ സനീഷി മാത്രമുള്ള, ബൈജുബായ് മാത്രമുള്ളെങ്കിൽ ഞാനിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്റെ ക്യാരക്ടർ എങ്ങനെ. സോ നമുക്ക് തുടങ്ങാം.
ഇതിൽ പലരും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരിക്കും മിക്കവാറും. ഞാൻ ഒരു 2 or 3 വട്ടം ഇന്നത്തെ സബ്ജക്റ്റ് സ്വഭാവങ്ങൾ മനസ്സിലാക്കാനുള്ള സബ്ജക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്റെ ചോദ്യം, എത്ര പേര് ഈ ടെസ്റ്റ് ചെയ്തവരുണ്ട് എന്നിട്ട് എനിക്ക് അയക്കാത്തവരുണ്ട്? എത്ര പേര് ടെസ്റ്റ് ചെയ്യാത്തവരുണ്ട്? ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല? ചെയ്യാത്തവരോടാണോ? തനീഷിയുടെ എനിക്ക് അയച്ചെന്നോ? അയച്ചു ഞാൻ സാർ അയച്ചു. എന്താ വിജയിക്ക് എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്താ? അത് പെട്ടെന്ന് മനസ്സിലാവില്ല സാറേ. ഞാൻ അന്ന് കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്നലെ അയച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. സാർ അതിന്റെ ആ സാറ് ചെയ്താൻ ഇട്ടില്ലേ, അപ്പൊ പെട്ടെന്ന് മനസ്സിലായി. ഓക്കെ, നിർബന്ധമായിട്ടും അത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. എന്താണ് ഡോപ്പ്? ഡോപ്പ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ്. മുനീർ സാർക്ക്, സനീഷ് ജിക്ക്, പിങ്കിക്ക്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കസ്റ്റമറെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രസന്റേഷന്റെ അപ്പുറത്ത്, നിങ്ങളുടെ പിച്ചിങ്ങിന്റെ അപ്പുറത്ത് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഓപ്പണായി ആളുകളെ, കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ലിങ്ക് ഒന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെയും സ്വഭാവം ഞാൻ പറഞ്ഞു തരും. ഓരോരുത്തരുടെയും സ്വഭാവം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസിന്റെ പുറത്തുനിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? സോ ആദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് എക്സ്പീരിയൻസിന്റെ പുറത്ത് കുറേശ്ശെ ആയിട്ട് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ, ഓരോരുത്തരുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്വഭാവങ്ങൾ പുറത്തു വരും. അതിന് മുന്നേ നമ്മുടെ സ്വഭാവം മാച്ച് ആണോ എന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. അതായത് ഒരു കസ്റ്റമർ അല്ല ഒരാളുടെ കഴിവ്, അത് നിങ്ങളുടെ കഴിവ് എന്താണ്, ഒരു ബിസിനസ്സുകാരന് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, അതേപോലെ നിങ്ങളുടെ എംപ്ലോയിയുടെ ക്യാരക്ടർ എന്താണ്, മൂന്നാമത്തത് നിങ്ങളുടെ കസ്റ്റമറുടെ ക്യാരക്ടർ എന്താണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതായത് സോണി സാറെ സംബന്ധിച്ചിടത്തോളം, സോണി സാർ ഒരു ടീംമേറ്റിനെ എടുക്കുമ്പോൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ച് ആയിട്ടുള്ള ആളെയാണോ എടുക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? അതുപോലെ ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ആ കസ്റ്റമർ നമുക്ക് ഏത് രീതിയിൽ, കസ്റ്റമറുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ശൈലികൾ മാറ്റാൻ പറ്റും. മാത്രമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണോ ഇരിക്കുന്നത് എന്ന് കൂടി അറിയണ്ടേ? ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇന്നലെ പലരുടെയും സ്ക്രീൻഷോട്ട് കിട്ടി. ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ പലർക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബിസിനസ് ചെയ്യാൻ യോഗ്യരല്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബിസിനസ് ചെയ്യാൻ പലരും യോഗ്യരല്ല. എനിക്ക് ഇന്നലെ ഒരു 15, 18, 20 എനിക്ക് സ്ക്രീൻഷോട്ടുകൾ പലരിടത്തുനിന്നായിട്ട് കിട്ടി. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. യോഗ്യർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ നോളജിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ മറ്റുള്ള ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള അറിവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ പുലർത്തുന്ന നിങ്ങളുടെ സ്വഭാവം കാരണം നിങ്ങൾ യോഗ്യരല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെയാവാൻ പറ്റില്ല എന്നില്ല. ഒരിക്കലും അതിനർത്ഥമില്ല നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കാതെ വരികയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിലും അത് ഒരു ബിസിനസ്സുകാരനായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ പഴയ ക്യാരക്ടറും ഇപ്പോഴത്തെ ക്യാരക്ടറും
ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, ചില എൻ്റെ ക്ലയൻസിനോട് ചോദിച്ചാൽ അറിയാം. പഴയ സ്വഭാവം എൻ്റെ പെങ്ങൾ അവിടെ ഇരിപ്പുണ്ട്, അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചോദിക്കേണ്ട, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയാം പഴയ ശ്രീജിത്തും ഇപ്പോഴത്തെ ശ്രീജിത്തും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എങ്ങനെയാണോ ബിസിനസ് റൺ ചെയ്യാൻ തീരുമാനിച്ചത്, ഞാൻ എങ്ങനെയാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ അതൊരു യോഗ്യനാണ്, അത് നോളേജ് കൊണ്ടല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് കയ്യിലുണ്ടായിട്ടല്ല, എന്റെ ക്യാരക്ടർ അതിന് സ്യൂട്ടബിൾ ആയി എന്ന് തോന്നിയ സമയത്താണ് ഞാനും നിഷയും ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ നമ്മളൊരു ഫ്രീലാൻസിങ് മോഡിലായിരുന്നു കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഓക്കെ. അപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓരോരോ ക്യാരക്ടർ, നമ്മളിപ്പോ ഇന്നലെ കണ്ടിരിക്കുന്ന ഓരോ ക്യാരക്ടർ നമുക്ക് എടുക്കാം. ഓക്കെ. ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. ഡോക്ടർ കൗട്ടർ എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയെടുത്ത ടെസ്റ്റാണ്. അല്ലാതെ ശ്രീജിത്ത് കേസ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ഒരു ടെസ്റ്റ് ഒന്നല്ല. ഡോക്ടർ കൗട്ടർ എന്ന് പറയുന്ന ആളാണ് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാൻ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 4 പക്ഷികളുടെ ട്രേഡ്സുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട്, ഡോപ്പ് എന്ന് പറയുന്നത് ഡവ്, ഔള്, പീകോക്ക്, ഈഗിൾ, ഡോപ്പ് എന്നുള്ളതിന് ഫുൾ ഫോം അങ്ങനെയാണ്. ഈ 4 പക്ഷികളുമായിട്ട് കൂട്ടിയിണച്ചിക്കൊണ്ട് അവരുടെ ട്രേഡ്സ് കണക്ട് ചെയ്തുകൊണ്ട് ബേസിക്കലി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഡോപ്പ് എന്ന് പറയുന്ന ടെസ്റ്റ്. ഇതില് വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കുകയും ആ വ്യക്തികൾക്ക് അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നും, അല്ലെങ്കിൽ ആ വ്യക്തികൾ അവരുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പെരുമാറണമെന്നും മനസ്സിലാക്കുക, അവർക്ക് എന്തൊക്കെ ചേഞ്ച് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിഇഒ, ഒരു കമ്പനിയുടെ ഓണർ, ഒരു കമ്പനിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എങ്ങനെയായിരിക്കണം എന്നുള്ള നിത്യബോധത്തിൽ, അതിൽ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽസ് സ്ട്രാറ്റജികളെ കുറിച്ച് പഠിച്ചു. നമ്മൾ അതിനു മുന്നേ നമ്മുടെ മിഷനെ കുറിച്ച്, നമ്മളുടെ ക്യാരക്ടറിനെ കുറിച്ച്, നമ്മുടെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടതിനെ കുറിച്ചൊക്കെ പഠിച്ചെങ്കിലും അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അവന്റെ സ്വഭാവം. ശരിയല്ലേ? ചിലരെ നിങ്ങൾ പറയും, യൂസഫ് അലി എന്ന് പറയുന്ന ആൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച ആളാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഉണ്ടോ? രവി, നമ്മുടെ രാവിസിന്റെ ഓണർ രവി പിള്ളെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ജനിച്ച ആള്. നമ്മൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവരാണെന്ന് തോന്നും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് ജനിച്ചപ്പോഴേ ബിസിനസ് ചെയ്യാൻ പറ്റുന്നവരാണെന്ന്? ഇല്ല. അവർ ബിസിനസ് ചെയ്യാനുള്ള സ്വഭാവം വളർത്തിയെടുത്തവരാണ്. ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചില സ്വഭാവങ്ങൾ മാറ്റി തുടങ്ങിയത്. എൻ്റെ ക്യാരക്ടറിനെ ഞാൻ പരുവപ്പെടുത്തി എടുത്തുകൊണ്ട് ഇന്നത്തെ ശ്രീജിത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. സോ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നോട്ടെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോഴത്തെ സ്വഭാവം എങ്ങനെയോ ഇരുന്നോട്ടെ, അത് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന പലരുടെയും രോഗം എന്ന് പറയുന്നത് അവരുടെ കഴിവാണ്, അവരുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് ഇന്ന് വെളിപ്പെടുന്നത്. ഓക്കെ, ഞാൻ വെറുതെ കൂടുതൽ കഥ പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ആക്ച്വലി ഇത് 2 രീതിയിൽ എടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്യാരക്ടറും വെച്ചിട്ട് നമുക്ക് കബഡി നിർത്താം. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചവരോട് ഞാൻ 2-3 ചോദ്യങ്ങൾ മനഃപൂർവ്വം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ ഒരാൾ ചോദിച്ചത്, സാർക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവണമെന്നാണ്. നമ്മൾ ഈ കബഡി പ്രയോഗം ഉണ്ട്, നമുക്ക് ഇങ്ങനെ വെച്ച് കബഡി വെച്ച് ഗുളികൻ, രാഹു, കേതു, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഒരു രുദ്രാക്ഷവും ഒരു മുണ്ടൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ജോത്സ്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടാവാനുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും ഇന്നെന്റെ ക്യാരക്ടർ ആണ് എന്നുള്ളത്. ഇവിടെ ഇന്നലെ ടെസ്റ്റ് ചെയ്യാത്ത ആളുകൾ വല്ലവരുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം എന്താ സ്വഭാവം. സോണി സാർ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അയച്ചിട്ടില്ലല്ലോ? അയച്ചിട്ടുണ്ട് സാറേ, എപ്പോ അയച്ചത്? ഇന്നാണോ അയച്ചത്? 11 മണി കഴിഞ്ഞിട്ടാണ്. 11 മണി കഴിഞ്ഞിട്ടോ? ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല.
ഓക്കെ, കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്തായിരിക്കും ക്യാരക്ടർ എന്നുള്ളത്. നോക്കാണ്ട് തന്നെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. താങ്കളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡവ് ആണോ, സെക്കൻഡ് പീകോക്ക് ആയിരിക്കും, തേർഡ് ഈഗിൾ ആയിരിക്കും, ഫോർത്ത് അവളായിരിക്കും ആണോ? അല്ല, തിരിച്ചിട്ട്. ഓക്കെ, ഫസ്റ്റ് ഡവ് ആണ്, ഫസ്റ്റ് ഡവ് ആണ്, സെക്കൻഡ് പീകോക്ക് ആണ്, തേർഡ് ഔളാണ്, ഫോർത്ത് ഈഗിൾ ആണ്. ഇത്രേ ഉള്ളൂ. ഇത് ഓരോരുത്തരെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള സ്വഭാവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ പലരും ചെയ്ത ടെസ്റ്റുകളൊക്കെ തെറ്റാണ്. ചിലരൊക്കെ ആഗ്രഹിക്കുന്ന അനുസരിച്ചിട്ടാണ്. അതായത് ഞാൻ അങ്ങനെ ആവണമെന്ന് പറഞ്ഞ് കുത്തിയവരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയല്ല. ഇന്നത്തെ നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആ ടെസ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് പ്രാവ്, ഡവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. എന്താണ് ഡവ്? ഡവ് എങ്ങനെയാണ്? ഡവ് എന്ന് പറയുന്നത് സോണിമോൻ സാറെ പോലെ ഇരിക്കും, ഹരിദാസേട്ടനെ പോലെ ഇരിക്കും, നബുലിനെ പോലെ ഇരിക്കും. എന്താ കാരണം? ഡവ് എന്ന് പറയുന്നത് വികാരങ്ങൾക്ക്, ഇമോഷൻസിന്, സ്നേഹത്തിന്, കാരുണ്യത്തിന്, ദയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് ഡവ് ക്യാരക്ടേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അൾട്ടിമേറ്റ്ലി ഉള്ളത് ഇമോഷൻസ് ആണ്, ഫാമിലിയാണ്, ബന്ധങ്ങളാണ്, സ്നേഹമാണ്, ലവ് ആണ്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തൊക്കെ വികാരങ്ങളുണ്ടോ ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഹരിദാസേട്ടൻ എനിക്ക് ടെസ്റ്റ് അയച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഹരിദാസേട്ടന്റെ ഫസ്റ്റ് കിടക്കുന്നത് ലവ് ക്യാരക്ടർ ആയിരിക്കും. ശരിക്കും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചിട്ടുണ്ടോ? ഞാൻ അന്നേരം കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഹരിദാസേട്ടൻ അയച്ചിട്ടുണ്ട്. യെസ്, ഹരിദാസേട്ടൻ ഡവ് ആണ്, ഒരു സംശയമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ, അല്ലെങ്കിൽ ഞാൻ തെറ്റൊന്നല്ല കേട്ടോ, ഞാൻ ശരിയാണോ തെറ്റാണോ എന്നല്ല ഇത് പറഞ്ഞു വരുന്നത്. ഇമോഷൻസിനായിരിക്കും കൂടുതൽ. ഫാമിലിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക്, ഫംഗ്ഷന് പോവുക, ഏത് ആളുകളും വന്നിട്ട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക, അത്യാവശ്യം രാഷ്ട്രീയം, സാമൂഹികം, അമ്പലപരിപാടികള്, പള്ളിപ്പരിപാടികള്, ഓക്കെ, ആളുകളോട് സ്നേഹം കൂടുതലായിട്ട് എവിടെയൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാതിരിക്കുക, അത് പോയില്ലെങ്കിൽ മോശമല്ലേ, സമൂഹം എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ക്യാരക്ടറുള്ളവരാണ് ഈ കാറ്റഗറിയുള്ള ആളുകൾ. ഡവ് എന്ന് പറയുന്നത് ആദ്യം നിൽക്കുന്ന ആളുകൾ. സെക്കൻഡും തേർഡിനെ കുറിച്ച് ഞാൻ കൂടെ സംസാരിക്കുന്നില്ല. അതിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കണമെങ്കിൽ അത് വലിയ സൈക്കോളജിയാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ ക്യാരക്ടർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ സെക്കൻഡും തേർഡൊക്കെ എനിക്ക് മിക്സ് ചെയ്തിട്ട് അത് സംസാരിക്കേണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അതല്ല. അപ്പൊ ഫസ്റ്റ് കിടക്കുന്ന ഈ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ്സിൽ ആവറേജ് ആയിരിക്കും, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ടീം അംഗങ്ങളുടെ കുടുംബത്തിന്, ഓക്കെ, അവരുടെ പ്രശ്നങ്ങൾക്ക്. അവരൊരാളെ വിളിച്ചിട്ട് രാവിലെ ചേട്ടാ ഭയങ്കര പനിയാണ്, എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പറയും. ഹരിദാസേട്ടൻ കഴിഞ്ഞ ദിവസം ഹരിദാസേട്ടന് മിനിമം ഒരു 1500-2000 രൂപ നഷ്ടം വന്നപ്പോൾ ഹരിദാസേട്ടൻ ഒന്നും പറഞ്ഞില്ല. പ്രശ്നം ടീമിനെ ഒരു കുറ്റവും പോലും പറഞ്ഞില്ല. എന്തുണ്ടായി? അത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞു. അതായത് ടീമിനെ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ, കൂട്ടുകാരെ ഒക്കെ കോർത്തിണക്കി പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. എല്ലാ വള്ളികളും പോയിട്ട് പിടിക്കും, കൂട്ടുകാരുടെ, വീട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാ വള്ളികളും പോയി പിടിക്കും. ഇതായിരിക്കും ഈ പറയുന്ന ഡവ് ക്യാരക്ടറിലുള്ള ആളുകളുടെ സ്വഭാവം. ഇവിടെ എത്ര പേര് അങ്ങത്തുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ജീവൻ സാറ്, ഹരിദാസേട്ടൻ, സോണി സാറ്, ഓക്കെ, നബുല്, പിന്നെ 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 ബാക്കിയുള്ളവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ക്യാരക്ടർ ആയിരിക്കും. ഇങ്ങനത്തെ ആളുകളൊക്കെ, രഞ്ജിനി നല്ല ഡവാണ്, പിങ്കി ഡവാണ് അല്ലെ? ഈ ഡവ് അല്ലേ? അല്ല, പിങ്കി പീകോക്ക് ആയിരിക്കും. ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ ഓക്കെ ശരി, പീകോക്ക് ആയിരിക്കും. അപ്പോ ഈ ക്യാരക്ടറുകൾ നമുക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഇതേ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ ബിസിനസ് വിൽ ബി ഇൻക്രീസിങ്. നിങ്ങൾ ഇങ്ങനെ ഒരു ആവറേജിലി ബിസിനസ് മുന്നോട്ട് ഇങ്ങനെ ചെയ്തു പോകുമെന്നല്ലാതെ ഒരു വലിയ ഗ്രോത്തോ വലിയ സംഭവങ്ങളിലേക്കോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
അപ്പൊ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വഭാവം മാറ്റണം. അത് ഏത് സ്വഭാവത്തിലേക്ക് വരണം എന്നുള്ളത് നമുക്ക് അവസാനം പറയാം. ഓക്കെ. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേ ക്യാരക്ടറുള്ള എംപ്ലോയീസിനെ എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മിക്കവാറും ഈ പറഞ്ഞ ആളുകളുടെ ഓഫീസിലിരിക്കുന്ന ആളുകൾക്കും മിക്കവാറും ഡൗ ക്യാരക്ടർ ആയിരിക്കും. സ്നേഹം, ഓഫീസ് എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ട് കാണുന്ന, ഓഫീസിന്റെ ഉള്ളിൽ പരസ്പരം റിലേഷൻസ് കഴിയുന്ന, മറ്റേ എന്താ പറയാ, അസൂയ, കുശുമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള, അവളെ കുറ്റം പറഞ്ഞ് ഇവളെ കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞൊക്കെ ഇരിക്കുന്ന, റിലേഷൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന, അവളെ അതായത് ബേസിക്കലി അവിടെ ഇരിക്കുന്ന ലോജിക്കിനേക്കാൾ കൂടുതൽ, കമ്പനിയുടെ റൂളിനേക്കാൾ കൂടുതൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് കമ്പനി കൊണ്ടു നടക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും. എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കൊക്കെ ഡൗ ക്യാരക്ടറാണ്. ഈ ഡൗ ക്യാരക്ടറുള്ള എംപ്ലോയീസ് എല്ലാം എങ്ങനെയായിരിക്കും? മിക്കവാറും ഡൗ ക്യാരക്ടറുള്ള ഓണർമാർക്ക് ഈ ഡൗ ക്യാരക്ടറുള്ള എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അവർക്ക് ഈ സ്നേഹം കൂടുതലായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അവരതുപോലെ സ്നേഹമുള്ള, നന്നായിട്ട് ചിരിക്കുന്ന, നന്നായിട്ട് ഇടപെടുന്ന ആളുകളോട് മാത്രമേ ബന്ധം സൂക്ഷിക്കാറുള്ളൂ. റൈറ്റ്? ഒരു ഫാമിലിയുടെ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവുകയും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു ദിവസത്തെ ബിസിനസിനേക്കാൾ പ്രാധാന്യം ഫാമിലി എംപ്ലോയീസിന്റെ കല്യാണത്തിന് കൊടുക്കും, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കുടുംബത്തിൽ ഒരാളുടെ കല്യാണത്തിന് നമ്മുടെ സ്വന്തം ബിസിനസിനേക്കാൾ വാല്യൂ കൊടുത്തുകൊണ്ട് ഓടിച്ചെല്ലും ഈ ഓണർ. അതിനേക്കാൾ ഇതായിരിക്കും അവിടുത്തെ എല്ലാ ടീമുകളും കൂടി, അതായത് എല്ലാ ഡൗ ക്യാരക്ടറുള്ള എംപ്ലോയീസ് ആണെങ്കിൽ എല്ലാവരും കൂടി കല്യാണത്തിന് പോകും. ഇതൊക്കെ ആയിരിക്കും സ്വഭാവം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ? നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മാസ് റെസിഗ്നേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? അതിന് കാരണം ഈ ക്യാരക്ടറുള്ള ആളുകളായിരിക്കും. ഉറപ്പ്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും കൊണ്ടായിരിക്കും ഇതുപോലുള്ള മാസ് റെസിഗ്നേഷൻസ് സംഭവിച്ചിട്ടുണ്ടാവുക. ഉറപ്പാണ്. സീരിയസ്ലി. സോ ഡൗ ക്യാരക്ടറുള്ള എംപ്ലോയീസിന്റെ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും. മൂന്നാമത്തത് ഡൗ ക്യാരക്ടറുള്ള കസ്റ്റമർ. ഇവരെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? ഞാൻ ഹരിദാസ് ഏട്ടനെ എന്നെങ്കിലും ഹരിദാസ് സാറേ എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഹരിദാസ് ഏട്ടനോട് ഞാൻ ഹരിദാസ് സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഹരിദാസ് ഏട്ടാന്ന് വിളിക്കുന്നതാണ്. സോണിച്ചേട്ടാന്ന് വിളിക്കുന്നതായിരിക്കും സോണിച്ചേട്ടനെ ഏറ്റവും ഇഷ്ടം, ഞാൻ സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ. ഹരിദാസ് ഏട്ടനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഫാമിലിയെ കുറിച്ച് ചെറുതായിട്ട് ചോദിച്ചു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് വിളിച്ച് ചോദിച്ചു. ശരിയല്ലേ? ബിസിനസ് മാത്രമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിച്ചു അല്ലേ? സോണിച്ചേട്ടനെ വിളിക്കുന്ന സമയത്ത് ഞാൻ നാളെ ചോദിക്കും ഉറപ്പായിട്ടും. ഇവിടെ ഇരിക്കുന്ന ഡൗ ക്യാരക്ടറില്ല നബുലിനെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു. എന്തുകൊണ്ടാണ്? ഈ ക്യാരക്ടറിലുള്ള ആളുകൾക്ക് സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്. അവർക്ക് ചേട്ടാ, അനിയ, ബായ് എന്നൊക്കെ വിളിക്കുന്നത് വളരെ സ്നേഹമുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ, ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. സോ ഒരിക്കലും അവരോട് സാർ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതിലേക്ക് അവരോടൊന്ന് കേറി ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോ കൂടി ഒന്ന് കേറി കെട്ടിപ്പിടിച്ച്, എന്തുണ്ട് ഹരിദാസ് ഏട്ടാ, സുഖം തന്നെയല്ലേ, വിശേഷം എന്താ, വിശേഷങ്ങള്, വീട്ടിലെന്ത്, എല്ലാരും എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ പേഴ്സണലും എന്നാൽ ഒഫീഷ്യലുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ട് അവരുടെ നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ ജീവിതത്തിലെ ചില ഫംഗ്ഷനുകളിലേക്ക്, അവരുടെ ജീവിതത്തിലെ ചില മൊമെന്റ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രസന്റേഷൻ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഡൗ ക്യാരക്ടർ എന്ന് പറയുന്ന കസ്റ്റമർ പെട്ടെന്ന് ക്ലോസ് ആവാനുള്ള ചാൻസ് കൂടുതൽ. എന്നാൽ അവർക്ക് തുടക്കത്തിൽ അവർ ഭയങ്കര ചിലപ്പോൾ ജാട കാണിക്കാനും ചാൻസ് ഉണ്ട്. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ജാട കാണിക്കാനും ചാൻസ് ഉണ്ട്. ആ ജാടയെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് അവരോട് സ്നേഹത്തിൽ ചിരിച്ചുകൊണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ട്, വളരെ കൂളായിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അവർക്ക് അത് ഇഷ്ടം. ആണോ? ഹരിദാസ് ഏട്ടന് അതാണോ ഇഷ്ടം? തീർച്ചയായും. സോണി ചേട്ടാ? ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? തെറ്റാണെങ്കിൽ പറയും നേരിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറാമൂളൊന്നും വേണ്ട.
ശരിയാണ്. നബുലെ പള്ളി കമ്മിറ്റിയിലുണ്ടോ? പള്ളി കമ്മിറ്റിയിലില്ല, പക്ഷെ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഇതാണ് പ്രാവുകൾക്കുള്ള നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും. പക്ഷെ ഞാൻ പറഞ്ഞത് ആസ് എ ബിസിനസ് ഓണർ ബിസിനസ് മുന്നോട്ട് പോകും, പക്ഷെ കുറച്ച് ഇങ്ങനെ സ്ലോ ആയിരിക്കും കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ നോക്കാം. രണ്ടാമത്തെ ക്യാരക്ടറെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. എന്താ അറിയോ? ഇതായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടർ. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രമേഷ് ജി. ഞാൻ രമേഷ് ജിയെ ഒരിക്കലും രമേശ് ഏട്ടാന്നോ രമേശ് അനിയാന്നോ വിളിച്ചിട്ടില്ല ഇതുവരെ. ഉണ്ടോ? രമേഷ് ബായ് എന്ന് പോലും ഞാൻ വിളിച്ചിട്ടില്ല, രമേഷ് ജി എന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്താ കാരണം എന്ന് കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അവൾ എന്ന് പറയുന്ന ക്യാരക്ടർ, മൂങ്ങ എന്ന് പറയുന്ന ക്യാരക്ടർ രമേഷ് ജിയുടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ല, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ കാണാം, നമുക്ക് ബെഡ്റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം രമേഷ് ജി എങ്ങനെയാണ് അവളാവുന്നതെന്ന്. അദ്ദേഹത്തിന്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം എങ്ങനെ അവളാവും. രമേഷിയുടെ ആ ബെഡ്റൂം എങ്ങനെയാ കിടക്കുന്നത്? എന്താ ഉദ്ദേശിച്ചത്? വളരെ വൃത്തിയായിട്ട് വെടിപ്പായിട്ട് മടക്കി വെച്ച തുണികളാണ് ഉള്ളത്. ഒരുവിധം അങ്ങനെ തന്നെയാണ്. ഓഫീസിൽ എന്തായാലും അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെച്ച് കുടഞ്ഞ് വൃത്തിയാക്കി വിരിച്ച് വെക്കുന്ന ആളാണോ? അതെ അതെ, അതാണ് അവൾ, മൂങ്ങ. അതായത് വരച്ച വരയിൽ പോവുക എന്ന് പറയില്ല നമ്മൾ ചിലപ്പോ, വരച്ച വരയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുക എന്ന് പറയില്ല, അതാണ് മൂങ്ങ ക്യാരക്ടർ. അവര് പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ സ്റ്റെപ്പിലും കൃത്യമായിട്ട് വരച്ച വരയിൽ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇതാണ് അവൾ ക്യാരക്ടറിന്റെ പ്രത്യേകത. അവൾ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയാം. ഹരിദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഹരിദാസേട്ടൻ ഒരിക്കലും വസ്ത്രധാരണത്തിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. ഞാൻ ഉള്ള ഷർട്ട് ചിലപ്പോൾ അയൺ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, ഇട്ടിട്ടും ചിലപ്പോൾ ഷർട്ട് ഇൻസേർട്ട് ചെയ്യും, ചിലപ്പോൾ ഷർട്ട് ഇൻസേർട്ട് ചെയ്യില്ല. മറിച്ച് രമേഷ് ജിയെ വൃത്തിയും വെടുപ്പും ഇല്ലാണ്ട് കാണാനേ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഷർട്ടുകൾ ഒരിക്കലും ഷാബിയായിട്ട് കിടപ്പില്ല. അദ്ദേഹത്തിന്റെ ഷർട്ടുകൾ അത്രയും ഡ്രസ് ചെയ്യുന്നത് പോലും വളരെ പ്രത്യേകിച്ചും. ആണോ രമേശ് ജി? മാക്സിമം സ്ഥലങ്ങളിൽ കോട്ടും സൂട്ടും ഇട്ടിട്ട് പോകാൻ നോക്കും, അല്ലെങ്കിൽ ഷർട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് പോകാൻ നോക്കും. അവതരിപ്പിക്കുന്ന രീതി പോലും നമുക്ക്, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം. ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച്. യെസ്, അതാരാണ്? കറണ്ട് പോയി വീട്ടിൽ. ബേസിക്കലി നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു ക്യാരക്ടറുള്ള ആളുകൾ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് അവര് രാവിലെ എഴുന്നേൽക്കുന്നത്, വൈകുന്നേരം കിടക്കുന്നത്, അവരുടെ ഭക്ഷണ രീതികളിൽ പോലും അവർക്ക് ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവര് കൃത്യമായിട്ട് മറ്റുള്ളവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എഴുതി കൊടുക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്ന ആളുകളായിരിക്കും. ഓക്കെ, പ്രാവുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഹരിദാസേട്ടന് എപ്പോഴും ഒരാൾ ഒപ്പുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ രമേഷിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് പറ്റാത്ത ഒരാളെയും കൂട്ടത്തില്ല, ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കില്ല. ഒരു കൈയിന്റെ അകലം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ സംസാരിക്കൂ. ആദ്യം അവരായിട്ട് കണക്ട് ചെയ്ത് അവരുടെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടുപ്പിക്കുള്ളൂ. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ സ്ഥിരമായിട്ട് കയറാൻ തുടങ്ങിയത് ആദ്യം 2 or 3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇയാളെ കൊള്ളാമെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ്. ഓരോ ക്ലാസ്സുകളും ഞാൻ, അല്ലെങ്കിൽ ഓരോ പരിപാടികളിൽ ഇഴകീറി പരിശോധിക്കും. ഇപ്പൊ ഞാൻ രമേശോട് എന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവ് മാത്രം കിട്ടില്ല, നെഗറ്റീവും ഉണ്ടായിരിക്കും. ഫീഡ്ബാക്സുകൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് അവർ അതിനെ കുറിച്ച് പറഞ്ഞു തരും ചെയ്യും. ഇതൊക്കെ ഔൾ ക്യാരക്ടറിന്റെ സ്വഭാവമാണ്, മൂങ്ങ ക്യാരക്ടറിന്റെ സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളർച്ചയുണ്ടാകും, പക്ഷെ സ്റ്റഡി ആൻഡ് സ്ലോ എന്നുള്ള രീതിയിലായിരിക്കും.
പ്രാവുകളേക്കാൾ വളർച്ച ഉണ്ടാവും, അത് ഉറപ്പും നിർബന്ധമായിട്ടുണ്ടാവും. പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, അതായത് ഈ വർഷം 20%, അടുത്ത വർഷം 20%, 30% വളർച്ച, ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നവരായിരിക്കും ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ അടുത്ത് കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കും. ഗോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കും, അതിലേക്ക് എത്താനുള്ള വഴികൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധ കൊടുക്കും. അതായത് 1 by 1 ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുകയാണ്, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കും. എന്നാൽ ഞാൻ പറയുകയാണ് 21 ദിവസം ക്ലാസ് എടുത്തു, 21 ദിവസം ക്ലാസ് എടുക്കുക, ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തില്ല എന്ന് വെക്കുക. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ എടുക്കാത്ത ക്ലാസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധവാനാകുന്ന, എടുക്കാത്ത ക്ലാസ്സിനെ കൃത്യമായിട്ട് വിമർശിക്കുന്ന ഒരാളായിരിക്കും ഔൾ ക്യാരക്ടർ. ഇതാണ് ഔൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. എല്ലാ ആളുകളെയും ഇഷ്ടമാവില്ല. ചില ആളുകളോട് കൃത്യമായിട്ടുള്ള വിരോധം കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും. എന്നാൽ എന്താ പറയാ, വരച്ച വരയിൽ ചില സമയത്ത് എന്താ പറയാ, ഔൾ ക്യാരക്ടറുള്ള ഭർത്താവും ഡൗ ക്യാരക്ടറുള്ള ഭാര്യയാണെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ ചില ഒരസലുകളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിത് മറ്റേ ബിസിനസ്സുകാർ മാത്രമല്ല, ഹരിദാസേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മളൊരു കബഡി വെച്ചിരുന്നു കഴിഞ്ഞാല് മറ്റേ പൊരുത്തങ്ങളൊക്കെ നോക്കി കൊടുക്കാം, 10ൽ 10 നോക്കി കൊടുക്കാം. സീരിയസ്ലി ഇതൊക്കെ ഒരു തന്ത്രങ്ങളാണെന്നുള്ളതാണ്. സീരിയസ്ലി ഔൾ ക്യാരക്ടറുള്ള ഭർത്താവും അതേപോലെ തന്നെ ഡൗ ക്യാരക്ടറുള്ള ഭാര്യ തിരിച്ചു വരസും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള അടി നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അടുത്ത് വരുന്നുണ്ട്. ഏറ്റവും വലിയ അടി നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കില്ല കൂടുതൽ കാര്യങ്ങൾ, അവൾ ഇതൊക്കെ നോക്കി വെക്കും. ഓക്കെ, ഫിനാൻസിൽ തിളങ്ങാൻ പറ്റുന്ന ക്യാരക്ടറാണ് ഔൾ. ഫിനാൻസ് സെക്ടറിൽ പൈസ വരുന്നത് പോകുന്നത്, അതിന്റെ മാനേജ്മെന്റ്, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് മറക്കുക, അതിന്റെ ഡിസിപ്ലിൻ, ക്യാഷ് സൂക്ഷിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ പവർഫുൾ ആയിരിക്കും ഔൾ ക്യാരക്ടർ. നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരു അക്കൗണ്ടന്റിനെ എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഔൾ ക്യാരക്ടറിനെ മാത്രം എടുക്കുക. ഒരിക്കലും ഒരു ഡൗ ക്യാരക്ടറിനെ എടുക്കരുത്, ഒരിക്കലും ഒരു പീകോക്കിനെ ഈഗിളിനെ എടുക്കരുത്. ഔൾ ക്യാരക്ടറിനെ എടുക്കുക. അവര് കൃത്യമായിട്ട് അക്കൗണ്ട്സ് നോക്കും. നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ അടി ഉണ്ടാക്കും. എന്തിന്? പൈസ, നിങ്ങൾ ചെലവഴിക്കുന്ന പൈസയെ കുറിച്ച് പോലും അവർ കൃത്യമായിട്ട് കണക്ക്. സാറേ ഹരിദാസ് ഏട്ടാ, നിങ്ങൾ ചെയ്യുന്ന കച്ചവടം, നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പൈസ ചെലവാക്കിയാൽ ശരിയാവില്ല, നബുലെ പൈസ ഇറക്കുന്നത് ശരിയല്ല എന്ന് പറയും. ആര്? നിങ്ങളുടെ ഫണ്ടറിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റ് നിങ്ങളോട് പറഞ്ഞു തരും ഇത് ശരിയല്ല. അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. ആ ഒരു പ്രൊസീജിയറിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ആഴ്ച പോയി ഉണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടേക്ക് എന്റെ സുഹൃത്തിന് ഒരു അക്കൗണ്ടന്റിനെ എടുത്തു. അപ്പൊ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാനാണ് എന്നെ ഏറ്റത്, ഒരു ഔൾ ക്യാരക്ടറുള്ള ആളെ എടുത്തു. ആ ഔൾ ക്യാരക്ടർ ജോയിൻ ചെയ്തില്ല. എന്താ കാരണം എന്നറിയും? ഇവിടെ ഇരിക്കുന്ന HR അവര് ഓഫർ ലെറ്റർ അയച്ചില്ല. HR വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഓഫർ ലെറ്റർ കൊടുക്കാം. ബാംഗ്ലൂർ വന്നിട്ട് ആള് ഇവിടെ വന്നിട്ട് വിളിച്ചു. പിന്നെ ആളെ കാണാനില്ല. അയാൾ കൃത്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു ഓഫർ ലെറ്റർ പോലും ആ കമ്പനി എനിക്ക് നൽകിയിട്ടില്ല. അപ്പൊ ഓഫർ ലെറ്റർ പോലും നൽകാൻ കമ്പനി കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യും. ആള് പറഞ്ഞ സാലറി, ആൾക്ക് ഇപ്പൊ ജോലിയില്ല, ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞ സാലറിയിൽ ആളെ കൊണ്ടുവന്ന് അക്കോമഡേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹിസ് സ്ട്രിക്റ്റ് ഓൺ ഹിസ് ഓഫർ ലെറ്റർ, അടുത്ത പ്രൊസീജിയേഴ്സ്, ഇങ്ങനത്തെ കാര്യം. ഇതാണ് ഔൾ ക്യാരക്ടർ. മനസ്സിലായോ? കണ്ടിട്ടുണ്ടാവല്ലോ, കുറെ പേരെ കണ്ടിട്ടുണ്ടാവല്ലോ. ഇനി ഔൾ ക്യാരക്ടറുള്ള കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം? ഔൾ ക്യാരക്ടറുള്ള കസ്റ്റമറോട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറും പേനയും വെക്കുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളും വരച്ച് കാണിക്കുക. അവരോട് എങ്ങനെയൊക്കെ ഈ ഗ്രാഫ് ഡെവലപ്പ് ചെയ്യും. ഒരു ഉദാഹരണമായിട്ട് ഒരു വാഹനമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഈ വാഹനത്തിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുക. പേയ്മെന്റിനെ കുറിച്ച് പറയുക, അതിന്റെ എഴുതി കൊടുക്കുക, അതിന്റെ ഡിസ്കൗണ്ട് എത്ര എന്നുള്ളത് എഴുതി കൊടുക്കുക. എല്ലാം എഴുതി കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ അവസാനം ആ പേപ്പർ തരുമോ ചോദിക്കും. ഈ പേപ്പർ അവരുടെ കയ്യിൽ വെച്ചിട്ട് അതിന്റെ പുറത്ത് അവരുടെ ഒരു അനാലിസിസ് ഉണ്ട്. അപ്പോ കൃത്യമായിട്ട് എഴുതി കൊടുത്തുകൊണ്ട് മാത്രം, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം ഈ പറയുന്ന ആളുകളെ ഡീല് ചെയ്യുക, കസ്റ്റമറെ ഡീല് ചെയ്യുക. ഇവർ വരുന്നത് വൃത്തിയായിട്ടുള്ള വസ്ത്രം ധരിച്ച്, വൃത്തിയായിട്ട്
അടുക്കും ചിട്ടയും കൂടി എന്ന് പറയുന്ന പോലെ തന്നെ ഷർട്ട് അയൺ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വൃത്തിയായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരായിരിക്കും. അവര് പെട്ടെന്നൊന്നും ആളുകളോട് കമ്പനി ആവില്ല. ഇങ്ങനത്തെ ക്യാരക്ടറുള്ള കസ്റ്റമറെ ഡീൽ ചെയ്യാൻ നിങ്ങൾ എന്താണ് അവന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് എഴുതി കൊടുക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ 2 ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ചോദിച്ചോ. ആർക്കും ഒരു ഡൗട്ടും ഇല്ല ഇതെങ്ങനെയാണെന്നുള്ളത് അറിയണോ? പറയൂ. സ്റ്റാഫ് ഇങ്ങനെ ഏത് സെക്ടർ ആയിരിക്കും? ആ സ്റ്റാഫ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെക്ടറിന് പറ്റുന്നതായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സിൽ അങ്ങനത്തെ ആളുകളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതിന്റെ അവരെ സംബന്ധിച്ചുള്ള അവര് പെട്ടെന്നൊന്നും എല്ലാവരോട്ടും അടുക്കില്ല. ഡൗ ക്യാരക്ടർ ചോദിച്ചത്. ഡവ് ആണോ? ഡവ് ക്യാരക്ടറിലുള്ള ആൾക്കാരെ സ്റ്റാഫിന് ഏത് വിഭാഗത്തിൽ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പം ഔൾ ക്യാരക്ടർ അക്കൗണ്ട്സിനാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അതുപോലെ അത് ഞാൻ വിട്ടുപോയി അല്ലെ. ഡവ് ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിങ്ങിന് എടുക്കരുത്. ഡവ് ക്യാരക്ടറുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിങ്ങിന് എടുക്കരുത്. ഡവ് ക്യാരക്ടറുള്ള ആളുകളെ നിങ്ങൾ HR, PRO, ഹ്യൂമൻ റിലേഷൻസ് തുടങ്ങിയ ബന്ധങ്ങളുള്ള ആളുകളായിട്ട് മാത്രം എടുക്കാം. HR ജോബിന് ഒരു ഡവ് ക്യാരക്ടർ നല്ലതാണ്. ആളുകളോട് ഇടപഴകേണ്ട, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു PROന്റെ ജോലി ആളുകളോട് ഇടപഴകേണ്ട ജോലിയാണ്. ഡവ് ക്യാരക്ടർ നല്ലതാണ്. എന്തെങ്കിലും ആളുകളോട്ട് അങ്ങോട്ട് കണക്ഷൻസ് വെക്കേണ്ട ജോലിയാണെങ്കിൽ കസ്റ്റമർ എക്സിക്യൂട്ടീവ്, സെയിൽസ് പാടില്ല. ഞാൻ പറയുന്നത് കസ്റ്റമറായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യേണ്ട കേസുകളാണെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസിൽ നല്ലതാണ്. HR പേഴ്സൺസ് ആണ് മിക്കവാറും ഡവ് ക്യാരക്ടർ. ഹരിദാസേട്ടനെ ഒരു ടീമിനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഹരിദാസേട്ട ഈ ടീമിനെ നോക്കിക്കോളി എന്ന് പറയാം. പൊന്നു പോലെ നോക്കരുത്, പൊന്നു പോലെ നോക്കും. ഒരു സംശയമില്ല. മനസ്സിലായോ? ഇതാണ് ഡവ് ക്യാരക്ടറിന്റെ സ്റ്റാഫുകൾ. ഔൾ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻസിൽ മാത്രം ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരിക്കലും സെയിൽസിൽ വെക്കരുത്. സെയിൽസിൽ വെച്ചാൽ തീർന്നു. അവരെ മറ്റേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ്സ് ആയിരിക്കും ആദ്യം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കസ്റ്റമർ എഴുന്നേറ്റ്. മനസ്സിലായോ? ശരി, അടുത്ത ചോദ്യം വരട്ടെ. ഹരിദാസേട്ടാ ചോദ്യമൊന്നും ഇല്ല? ഹരിദാസേട്ടാ എന്നാ ചോദിക്കും. അതായത് ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞാല് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ആ പ്രവർത്തന രീതി എനിക്കുള്ളത് ബിസിനസ്സിന് പറ്റിയതല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ രീതി തന്നെ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു മാറ്റം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിസിനസ്സിന് അനുയോജ്യമല്ല എന്റെ ക്യാരക്ടർ എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. ആദ്യം ആ ബോധ്യം വരിക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഞാൻ കണ്ടിരിക്കുന്ന ഡവ് ക്യാരക്ടറുള്ള ആളുകള് മിക്കവാറും ഇവർ അംഗീകരിച്ചു തരില്ല. എന്തെന്നറിയോ? ഞാൻ ഡവ് ആണെന്ന്, ഞാൻ ഇമോഷണൽ ആളാണെന്ന് അംഗീകരിച്ചു തരില്ല. ഇവർക്ക് ഭയങ്കര ഞാൻ അങ്ങനെയല്ല. ഇവര് ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. പക്ഷെ ബേസിക്കലി അത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് സ്ത്രീകളിലാണ്. അതായത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഈ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ, കുറച്ചൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് സ്വയം ചിന്തിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ഇങ്ങനത്തെ ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ഡവ് ക്യാരക്ടർ ആയിട്ടും. അവർ പറയും ഞങ്ങൾ ഭയങ്കര ബോൾഡാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പല ഇവരുടെ ഞാൻ ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈഗിൾ ക്യാരക്ടറൊക്കെ കാണിച്ചു കളയും. പക്ഷെ അവർ ആക്ച്വലി ഡവ് ആണെന്നുള്ളത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലാവും. എന്താ കാര്യം എന്നറിയോ? ഞാൻ ഒരു സ്നേഹമായിട്ടുള്ള ആളല്ല എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡബിൾ ആയിരിക്കും മിക്കവാറും. ഹരിദാസേട്ടനെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരാളൊപ്പം ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡിപ്പെൻഡബിൾ ആയിരിക്കും പ്ലീസ്. നമ്മളത് മാറ്റിയെടുക്കേണ്ടത് ഇപ്പൊ തന്നെ പറയാം. ഓക്കെ, ഇത് മാറ്റിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിലിറ്റി കുറയ്ക്കുക, ആളുകളോടുള്ള അവൈലബിലിറ്റി കുറയ്ക്കുക, ഇമോഷൻസ് കുറയ്ക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഫംഗ്ഷന് പോകണം. ഇപ്പൊ നാളെ എന്റെ വീട്ടില് രഞ്ജിനിക്കൊക്കെ അറിയാം, രഞ്ജിനിയുടെ ബ്രദറിന്റെ കൊച്ചിന്റെ ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നോട് ഒരു 4-5 പേര് വിളിച്ചു ചോദിച്ചു വരുന്നില്ലേ. നൂലുകെട്ടാണ് സംഭവം, വേറെ ഒന്നുമില്ല.
4-5 പേര് വിളിച്ചു. അവിടെ എല്ലാ എന്റെ റിലേറ്റീവ്സിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരിക്കും. സാധാരണ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോണ്ടതാണ്, പക്ഷെ ഞാൻ പോകില്ല. വീട്ടിലൊരു കല്യാണങ്ങളോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബന്ധുവായിട്ടുള്ള ഒരു ഫസ്റ്റ് ലെവലിലൊക്കെ പിന്നെയും നമ്മൾ പോകും. സെക്കൻഡ് ലെവലിലുള്ള ആളുകളുടെ കല്യാണങ്ങൾ, ഇങ്ങനത്തെ ഫംഗ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഞാൻ ഒഴിഞ്ഞു നിൽക്കും. ആളുകളോടുള്ള റിലേഷൻസിന് അനാവശ്യമായിട്ട് വിളിച്ചിട്ട് കുടുംബത്തിലെ കഥ പറയുക, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒഴിഞ്ഞു നിൽക്കും. ഇങ്ങനത്തെ സദസ്സുകളിൽ ഞാൻ ഒഴിഞ്ഞു നിൽക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇമോഷണലി അവരായിട്ട്, ഞാനും ഒരു പ്രാവായിരുന്നു ഹരിദാസേട്ടാ. ബേസിക്കലി ഞാൻ നല്ല പ്രാവായിരുന്നു. 60% 70% ഉള്ള പ്രാവായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമ്മളത് മാറി ഭയങ്കര പ്രശ്നം. അതാണ് ഈ 21 ദിവസത്തെ ചലഞ്ചസ് ഒക്കെ ഞാൻ എടുക്കുന്നത്. എന്തിനറിയോ, നമ്മൾ ചില സമയത്ത് നമ്മുടെ ക്യാരക്ടറുകൾ മാറുന്നു, ഇമോഷണലൊക്കെ കൂടുന്നു കാണുമ്പോൾ നമ്മൾ ചലഞ്ചസ് മാറ്റാൻ പറ്റുമായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ കുറച്ചു പേരൊക്കെ ഇപ്പൊ ഉള്ള ആൾക്കാരെ ഒന്നും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ കാണില്ല കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ കയ്യില് കാശുണ്ടാവും, കയ്യില് കാശുണ്ടാവും. ഇപ്പൊ 1 രൂപയില്ലേ, എത്ര നിങ്ങൾ ഉണ്ടാക്കിയാലും അത് കടമായിട്ടെങ്കിലും കൊടുക്കുന്നു. വേറെ പലർക്കും വേണ്ടി കടം മേടിച്ചിട്ട്, അതായത് വേറെ ആൾക്ക് കടം കൊടുക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് കടം മേടിച്ചു കൊടുത്ത ചരിത്രമൊക്കെ ഉണ്ടായിരിക്കും ഹരിദാസേട്ടൻ ചിലപ്പോ. ഉണ്ട് അങ്ങനെ. അതാണ് പ്രാവിന്റെ സ്വഭാവം, ക്യാരക്ടർ അതാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ആദ്യം നമ്മൾ കുറച്ചൊക്കെ ഔളാവുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈഗിളാവുക. അതാണ് അതിന്റെ ഏറ്റവും വലിയ പോളിസി. പെട്ടെന്ന് ഒറ്റയടിക്ക് ഈഗിളാവാനൊന്നും പറ്റില്ല. പറയും. ഞാനിപ്പോ ഈ അടുത്തിടെയായിട്ട് ഞാൻ ഈ ചേഞ്ച് വരുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ഉണ്ടായ ഒരു അനുഭവം എന്താണ്, അതായത് എന്റെ സഹോദരിമാര് പോലും പറയുന്ന ഒരു കാര്യം, ഇപ്പോ കമ്പനി തുടങ്ങി വലിയ ആളായി. അത് എന്നെയാണ് ഒരു താഴ്ന്ന രീതിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ പല ആളുകൾക്കും. അവര് താഴ്ന്ന രീതിയിലല്ല കാണുന്നത്, താങ്കളെ എന്താ പറയാ, ഉയർന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ അത് അംഗീകരിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മാറ്റാൻ എനിക്കറിയാം. ഞാൻ സാറോട് പറഞ്ഞല്ലോ, ഞാൻ ഇതെനിക്ക് ഈ ബിസിനസ്സിന് ഒരിക്കലും അനുയോജ്യമല്ല എന്നറിയാം. ഇപ്പൊ സാറ് പറഞ്ഞിട്ട് ഞാൻ ഒരാൾക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഫണ്ട് കൊടുത്തിട്ട്, ഞാൻ കൊടുത്തതല്ല, ഞാൻ മറ്റൊരാൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. അത് അടയ്ക്കാതെ ഇപ്പൊ ഞാൻ അത് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ചേഞ്ചസിൽ എന്താ പ്രശ്നം അറിയോ, നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് മാറണമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കണം. നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടാവണം, ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ഞാൻ ഇത് മാറിയിരിക്കുമെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അതിനാണ് ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചത്, മെന്ററിങ്. ഒരാളുടെ അണ്ടറിൽ കിടന്നിട്ട് നിങ്ങൾ മാറും. ഞാൻ അങ്ങനെ മാറിയ ആളാണ്. എന്റെ ഗുരു അറിയാലോ, എന്റെ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഈഗിളിന്റെ അങ്ങേ തല ഈഗിളാണ്. ആളൊപ്പം നിന്ന് ആളെ കണ്ട് പഠിച്ച് ആള് പറയുന്ന കാര്യങ്ങൾ കേട്ട് ആണ് ഞാൻ മാറി. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ ലൈനിൽ വന്നത് കൊണ്ടാണ് നിഷയെ ഞാൻ എന്റെ പാർട്ണർ ആക്കിയത്. നിഷയോട് ചോദിച്ചാൽ നിഷയും അത് മനസ്സിലാക്കി എന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും എന്റെ മാറ്റം എന്താണെന്നുള്ളതും എന്റെ ഇത് എന്താണെന്നുള്ളതും ഇതേ ആളുടെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് നിഷയും നിന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കത്തി മനസ്സിലായി. ക്ലിയർ ആയോ? ഈ പറഞ്ഞപ്പോ ഇവിടെ ഇരിക്കണ്ടല്ലോ രഞ്ജിനിയൊക്കെ, ഇവളൊക്കെ എന്നെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരുന്നതാ. അവളുടെ വീട്ടാവശ്യത്തിനും കാറ്റാവശ്യത്തിനും വീട്ടുകാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. ഇന്ന് അവൾ എനിക്ക് മെസ്സേജ് അയക്കും, എടാ നീ ഫ്രീ ആണോ എന്ന്. മറ്റേത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ പെങ്ങൾ ഹരിദാസേട്ടാ, നീയൊക്കെ വലിയ ആളല്ലേ, നീയൊക്കെ വലിയ തിരക്കുള്ള ആളല്ലേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവള് പറയില്ല. എന്താ കാരണം? ഞാൻ എന്റെ മാറ്റം എന്താന്നുള്ളത് അവര് മനസ്സിലാക്കി, എത്ര ഉണ്ട്. അപ്പൊ നമുക്ക് 3-ാമത്തിലേക്ക് പോകാം. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കും. നമ്മളെ കുറിച്ച് രാവിലെ പറയും. അല്ല, ഒന്നുമില്ല. ഈ ലവ് ക്യാരക്ടർ അവർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ വല്ലാണ്ട് ഗ്ലൂമി ആയി പോകൂലേ? അവരത് ഡിപ്രഷൻ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അതിനാണ് മെന്ററിങ് വേണ്ടത്. ഒപ്പം ഒരാള് നിൽക്കണം. തെറ്റല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ബിസിനസ് മെന്ററിങ്ങോ ബിസിനസ്സിൽ ആളുകളുടെ ക്യാരക്ടർ, അത് അങ്ങനത്തെ മെന്റേഴ്സിനായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ആ ക്യാരക്ടർ ഉണ്ടായ ഒരു സംശയമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഗ്ലൂമി ആയി പോയിനി അത് ആ സമയത്ത്. അല്ല, രാമേന്ദ്രേട്ടൻ കുറച്ച് ഡവ് ആണ് ബേസിക്കലി.
ഡബ് രണ്ടാമത്തെ ഡബ് അല്ലേ കിടക്കുന്നത് താങ്കളുടെ? രണ്ടാമത്തത് തോന്നുന്നു. രാമേന്ദ്രേട്ടന്റെ ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. രാമേന്ദ്രേട്ടന്റെ ഫസ്റ്റ് പീകോക്ക്, സെക്കൻഡ് ഡബ്. അതന്നെ, അത് ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. താങ്കൾ ഡബ്, ഞാൻ അതുകൊണ്ട് രാമേന്ദ്രേട്ടാന്ന് വിളിക്കുന്നത്. താങ്കൾ പീകോക്കാണ്, അത്യാവശ്യം പീകോക്ക് ആൾക്കാരോട്ട് ബന്ധമുള്ളതാണ്. പക്ഷെ അതേ അളവിൽ തന്നെ താങ്കൾക്ക് ഡബ് ക്യാരക്ടർ അത് തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഡബ് മോശമാണെന്നല്ല. നമ്മൾ ഇമോഷണാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കസ്റ്റമറോട് കോംപ്രമൈസ് ചെയ്യും. ഇന്നലെ നബുലിനോട് ചോദിച്ച, അതേപോലെ ഫൈസലോ അല്ല സുബൈറിനോടൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എന്തറിയോ, എത്ര രൂപ കടമുണ്ടെന്നാ ചോദിച്ചത്. എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര ഉള്ളൂ, എത്ര രൂപ കടമുണ്ട്, കസ്റ്റമർക്ക് എത്ര രൂപ കടം കൊടുത്തിട്ടുണ്ട്, എത്ര കിട്ടാനുണ്ടെന്ന് ചോദിച്ചത്. കാരണം എന്താ അറിയോ, നമുക്ക് പെട്ടെന്നൊന്ന് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഡബ് ക്യാരക്ടറിന്. ഇമോഷണലി അവർ വന്നിട്ട് അതേ വീട്ടിൽ കുറച്ച് കടങ്ങളാണ്, ഇത് പരിപാടി തീർന്നിട്ട് വേണമെന്ന് പറയുമ്പോൾ വേഗം എടുത്ത് കൊടുക്കും. എന്നിട്ട് ഇവന്റെ പിന്നാലെ നടന്ന് കാല് പിടിച്ച് കരഞ്ഞ് വേണ്ടിട്ട് കാശ് മേടിക്കാം. നബുലിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടായിരിക്കും. ആൾക്കാർ സാധാരണ B2C ചെയ്യുകയാണെങ്കിലും അതിൽ കടം കൊടുത്തിട്ടുണ്ടാവും. ആളുകൾ വന്നിട്ട് അർജന്റായിട്ട്. അതുപോലെ തന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയാ, വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? ഈ ഹരിദാസ് പറഞ്ഞ ഇപ്പൊ അവരിലും വലിയ ആളായി പോയി പറയുമ്പോൾ നമ്മളാ ഒരു ടീമാതിരി തോന്നുന്നു. നമ്മളൊരു മൈൻഡ് നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ നാട്ടിൽ എത്ര ബിസിനസ്സുകാരുണ്ട്? ഞാൻ ഇതിനൊരു പെട്ടെന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. എത്ര ബിസിനസ്സുകാരുണ്ട് നമ്മുടെ നാട്ടിൽ? നിങ്ങളുടെ നാട്ടിൽ 1000 പേരെ എടുത്തോളൂ, അതിൽ എത്ര ബിസിനസ്സുകാരുണ്ട്? ബിസിനസ് ചെയ്യുന്നവർ 200-200-ൽ കൂടുതൽ കുറവായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20-80 എന്ന് പറയുന്ന 80-20 എന്ന് പറയുന്ന റൂളിൽ 80% ആളുകളെ ഭരിക്കുന്നത് 20% ആളുകളാ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ സംസാരിക്കുന്നില്ലേ? ഈ 20% ആളുകൾ ബിസിനസ്സുകാരാണ്. ശരിയാണോ? സാധാരണക്കാരാവാത്ത ആൾക്കാരാണ് ഈ 20%. ആണോ? അപ്പൊ രാമേന്ദ്രേട്ടൻ നമ്മൾ മാറുന്നേ, നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കുന്നേ, നമ്മൾ മാറ്റുള്ള ആൾക്കാരായിരിക്കുന്നേ. അവരെ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രാവിലെ ബാഗ് എടുത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാവില്ലേ? നമ്മുടെ അക്കൗണ്ടിൽ കാശ് വരുമോ? രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചുള്ള ഒരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചുള്ള ലീവ് വേണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. വേണോ? എണ്ണി ചുട്ട അപ്പം പോലെ ശമ്പളം കിട്ടുള്ളൂ. ശരിയാണോ? നമ്മൾ മാറ്റമുണ്ടെന്നേ. നമ്മളെ കുറ്റം പറയുന്നവനാണ്. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ രാമേന്ദ്രേട്ടനോട് പറയില്ല രാമേന്ദ്രേട്ടൻ മാറിയെന്നുള്ളത്. പറയുന്നത് ഡെയിലി ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മന്ത്ലി ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവര് മാത്രമായിരിക്കും. ശരിയാണോ? അവര് പറഞ്ഞത് കേൾക്കാനാണോ നമ്മൾ ഇരിക്കുന്നത്? അവരെ പോലെയാണോ നമ്മൾ? എന്റെ ചോദ്യം അതാ. ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നവരെ പോലെയാണോ നമ്മൾ? നമ്മൾ മാറ്റങ്ങളുള്ള ആൾക്കാരല്ലേ? നമ്മൾ റിസ്ക് എടുക്കുന്ന ആൾക്കാരല്ലേ? നമ്മൾ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നവരല്ലേ? നമ്മളൊരു സമൂഹത്തിന് കുറെ എംപ്ലോയ്മെന്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചവരല്ലേ? അല്ലേ? രാമേന്ദ്രേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കമ്പനി നടത്തുന്ന താങ്കൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. രാമേന്ദ്രേട്ടൻ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കുറച്ച് പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ടായിരിക്കും. രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണ് ഓടി വരുന്നത് നിങ്ങളുടെ അടുത്തേക്കല്ലേ, പിരിവ് വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ശമ്പളക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവന്റെ അടുത്ത് കിട്ടുന്ന 50 രൂപയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് 500 രൂപ കിട്ടും. എന്തുകൊണ്ടാ? വ്യത്യസ്തമാണോ നിങ്ങള്? അത്ര ചിന്തിച്ചാൽ മതി. പിന്നെ പറഞ്ഞോട്ടെ, നമുക്ക് എന്ത് പുല്ല്, ഒരു പഴക്കം പറയും ആര് ചോദിച്ചാൽ. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കണം. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുകളിൽ വളരും. നമുക്ക് 20% ആയാൽ മതി. 20% നമ്മൾ റൂൾ ചെയ്യാനൊന്നും പോകുന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇനി പറ രാമേന്ദ്രേട്ടാ. ഉത്തരം വന്നായിരിക്കും. കാരണം അല്ല, പിന്നെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ നോക്കിയ സമയത്താണ് ഞാൻ ഒരിക്കലും മരിച്ചു കിടന്ന സമയത്ത് റീത്ത് 10 കുറഞ്ഞതില് മാറ്റാൻ ശ്രമിച്ചോണ്ടാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരന് സുഹൃത്ത് വലയം കുറവായിരിക്കും. ഏറ്റവും നല്ല ബിസിനസ്സുകാരന് സുഹൃത്ത് വലയം കുറവായിരിക്കും. അവന്റെ ചുറ്റുമുള്ള ആളുകൾ പക്ഷെ ഏറ്റവും നല്ല ആളുകളായിരിക്കും. അവരൊക്കെ ബിസിനസ്സുകാരായിരിക്കും, അവരോട് ബന്ധപ്പെട്ട ആളുകളാണ്. ഒരു മടിയും വിചാരിക്കട്ടെ, കുറഞ്ഞോട്ടെ, റീത്ത് കുറഞ്ഞോട്ടെ, പക്ഷെ റീത്ത് കൂടും. നമ്മൾ അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ റീത്ത് കൂടും. ഒരു മടി വിചാരിക്കും. നമ്മൾ സാമൂഹിക സേവനം എന്ന് പറയുന്നത് നമ്മുടെ സമയം കൊടുത്തല്ല നമ്മൾ ചെയ്യേണ്ടത്, പണം കൊടുത്താണ് ചെയ്യേണ്ടത്. ഓക്കെ,
പണം കൊടുത്ത് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് വേണം. വേണ്ടേ? നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് ആസ് എ ബിസിനസ്സുകാരൻ നമ്മുടെ പണം ചെലവഴിക്കുന്നത് എന്തിനാണ്? നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വർക്കും. ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകും, എനിക്ക് ദേഷ്യം വെക്കും. ഞാൻ അതുകൊണ്ട് എന്റെ പ്രശ്നം. കാരണം ഞാൻ കുറെ നേരിട്ടിട്ടുള്ളതാണ്. ഇനി ഒരു കാര്യമുണ്ട്, കയ്യിൽ കാശായാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തിരിച്ചു വരും, ഒരു പേടി പഠിക്കും. ഓക്കെ, അപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് അതിലേക്ക് പോകും നമ്മൾ. പീകോക്ക്, മയില്. നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ നിങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാലും, ഈ പീകോക്കിന്റെ ക്യാരക്ടറിലെ കൊണ്ടിട്ട് കഴിഞ്ഞാലും, അവിടുന്ന് തിരിച്ചു പോരുന്ന സമയത്തേക്ക് അവിടെ ഒരു 5 ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. രാമേന്ദ്രൻ അങ്ങനെയാണോ? കുറച്ചൊക്കെ അത് ഒരു പകുതി. കാരണം ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളിപ്പോ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ എന്നെ പറ്റി ഒരാൾ പറഞ്ഞാണ്, ഒരു മരിച്ച സ്ഥലത്ത് പോയി, അത് ഒരാള് ഭയങ്കരമായിട്ട് വിഷമിച്ചേക്കുന്നത്. ഞാൻ പോയി, അപ്പൊ 4-5 ആളായി ഒച്ചപ്പാടായി ചിരിയായി കുഴപ്പമില്ല. ഞാൻ ഭരണം വിട്ട് പോയത് അങ്ങനെ തന്നെ. അവിടെ പോയിട്ട് ആള് മരിച്ചു, അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ അവിടെ പോയിട്ട് ഒരു തരംഗുണ്ടാക്കി ആൾക്കാരോട്ട് കണക്ട് ചെയ്യും. വൺസ് നമുക്കൊരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഭയങ്കര, നമ്മളെന്നല്ല, ഞാനിപ്പോ അങ്ങനെ എന്നല്ല ബേസിക്കലി, എന്നാലും പറയാം, ചില സമയത്ത് ക്യാരക്ടർ മാറ്റി പിടിക്കും. കാരണം നിഷനൊപ്പം ജീവിക്കാൻ ക്യാരക്ടർ മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. ഈഗിളും തമ്മിൽ അറിയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പൊടിക്ക് ചിലപ്പോൾ കുറച്ച് വെക്കും, അങ്ങോട്ടേക്ക്. ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. പീകോ ക്യാരക്ടർ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത്, എപ്പോഴെ കൊണ്ടിട്ടാലും അവിടെ നമ്മൾ ആൾക്കാരെ ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യത്തില് ഏതൊരു കാര്യം, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, രാമേന്ദ്രേട്ടനോട് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയാണ്, അതേ എന്റെ വണ്ടി പഞ്ചറായി, അതുകൊണ്ട് ഞാനിവിടെ ബ്ലോക്കായി നിൽക്കുക. 1 മിനിറ്റ് അവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറയും. രാമേന്ദ്രേട്ടൻ ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ച് അല്ലെങ്കിൽ ഒരു പഞ്ചറാരനെ പിടിച്ചാൽ അവിടെ പോയിട്ട് പഞ്ചർ ഇറക്കി കൊടുത്തിട്ട് തിരിച്ചു പോരും, തിരികെ പിടിച്ചോളൂ. നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞത്. ചില കാര്യങ്ങളോട് നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആളുകളോട് നോ എന്ന് പറയാൻ എല്ലാ വള്ളികളും പിടിക്കും. എന്നിട്ട് ഇത് ചെയ്യാൻ സമയം ഉണ്ടായില്ലെങ്കിൽ മാറ്റിവെച്ച് പ്രോക്രാസിനേറ്റ് ചെയ്ത് അവസാനം ചീത്തപ്പേര് മൊത്തം ഉണ്ടാക്കും. ഇതാണ് പീകോ ക്യാരക്ടർ. ആണോ? പിടിക്കുന്ന കുറച്ചു പേരൊക്കെ പീകോ ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ പിങ്കിയൊക്കെ അങ്ങനത്തെ കേസാണ്. എല്ലാ വള്ളിയും പിടിക്കും. നോ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റാഫിനോട് നോ പറയാൻ പറ്റില്ല. അണ്ടറിലിരിക്കുന്ന സ്റ്റാഫിനോട് നോ പറയാൻ പറ്റില്ല. എന്താ പറയാ, മുകളിലിരിക്കുന്ന ആൾക്കാരോട് നോ പറയാൻ പറ്റില്ല. വീട്ടില് പല കാര്യങ്ങളും നോ പറയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് സംസാരിക്കും, ആളുകളോട് ഇടപെടുകയൊക്കെ ചെയ്യും. ഇതാണ് പീകോക്കിന്റെ ബേസിക് ക്യാരക്ടർ. ഒറ്റ കാര്യമുള്ളൂ, പീകോ ക്യാരക്ടറിലുള്ള ബിസിനസ്സുകാരനാണെങ്കിൽ സെയിൽസ് ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ കാശ് ഒട്ടും ഉണ്ടാവില്ല. ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് റിപ്പീറ്റഡ് കസ്റ്റമറൊക്കെ കൂടും. കാരണം ഇവരോട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും, എല്ലാ കാര്യത്തിലും വിളിച്ച് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനി ആയിട്ടിരിക്കും, സംസാരിക്കും. ഈ ഒരു ക്യാരക്ടറാണ്. സെയിൽ കൂടും നന്നായിട്ട്, കാരണം ഇവരായിട്ട് ബന്ധം വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ. പക്ഷെ കയ്യിൽ കാശുണ്ടാവില്ല. കാരണം ഫിനാൻഷ്യലി ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം അടുത്തു കൂടെ പോയിട്ടുണ്ടാകും. 1 രൂപ കയ്യിൽ. ക്ലിയർ ആണോ? ബിസിനസ്സുകാരെ സംബന്ധിച്ചുള്ള അങ്ങനെയാണെങ്കിൽ, എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് എന്ന് പറയുന്ന ജോബാണ് നിങ്ങളുടെ പ്രൊഫൈലെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് പീകോ ക്യാരക്ടറിന് കൊടുക്കാം. അവൻ കച്ചവടം ഉണ്ടാക്കും, അവൻ സെയിൽസ് ഉണ്ടാക്കും. നിങ്ങളുടെ സെയിൽസിന്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആള് പീകോക്ക് ക്യാരക്ടറുള്ള ആളായിരിക്കണം നിർബന്ധമായിട്ട്. ഒരിക്കലും ഡബ്ബാവരുത്, ഒരിക്കലും അവളാവരുത്, ഒരിക്കലും ഈഗിളാവരുത്. അവൻ പീകോക്ക് ആയിരിക്കണം. അവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളും കമ്പനി മാത്രമേ ഉള്ളൂ, ആ സ്ഥലത്തേക്കാണ് ഒരു പീകോക്കിനെ കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ 2ാമത്തെ ദിവസം ഇറങ്ങിപ്പോകും. കാരണം അവന് കുറച്ച് ആളുകളൊക്കെ വേണം ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ. ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് റീല് ചെയ്യുന്ന കുറെ ആളുകളെ കണ്ടിട്ടില്ലേ? ഒരു ഉളുപ്പും ഇല്ലാണ്ട്, ഒരു നാണം ഇല്ലാണ്ട് ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർ പീകോക്ക് ആയിരിക്കും. ഒരു മടിയില്ലാണ്ട് ഏത് ചെന്ന് സംസാരിക്കാനും. ഇപ്പോ സിദ്ദിഖിന്റെ വീട്ടിൽ പോയിട്ട് മകൻ മരിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ പോയില്ലേ? അത് പീകോക്ക് ആയിരിക്കും. കാരണം അവൻ ഈ പറഞ്ഞ പോലെ തന്നെ അവന് മരണമെന്നോ കല്യാണമെന്നോ ഇല്ല. എവിടെ ചെന്നാലും ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അവൻ തരംഗുണ്ടാക്കും.
എംപ്ലോയീസിനെ, സെയിൽസ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എംപ്ലോയീസിനെ പീകോക്കിൽ എടുക്കണം. ഒരിക്കലും അക്കൗണ്ട്സിന്റെ പരിസരത്ത് പോലും കൂടി അവൻ നന്നായിട്ട് ഇടപഴകുന്ന ആളുകളായിട്ടൊക്കെ നന്നായി മാനേജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്സ് അവന്റെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ബാങ്ക്രപ്റ്റ് ആയിട്ട് കൈ തരും. സംശയമൊന്നും വേണ്ട. കാശ് അടിച്ചു മാറ്റും. കാശ് അവൻ എന്ത് അറിയോ? കാശ് അടിച്ചു മാറ്റില്ല, അവൻ അവന്റെ ഒരു ചെലവിന് വേണ്ടിയിട്ട് ഈ കാശ് എടുത്ത് കൊടുക്കും. പിന്നെ അത് തിരിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ. എന്നാൽ കസ്റ്റമർ വരുന്ന ആള് പീകോക്ക് ആണെങ്കിൽ അവനങ്ങോട്ട് പറയണത് കേട്ടുകൊണ്ട് അങ്ങോട്ട് ഇരുന്നാ മതി. ഒന്നും ചെയ്യണ്ട. ചായയാണോ കാപ്പിയാണോ? ഒരു ചായ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം നമ്മൾ പീകോക്ക് ആണെങ്കിൽ ആ ചായ കൊടുത്തിട്ട് ആണോ, എന്നിട്ട് അയ്യോ ശരിയാണോ, എന്നിട്ട് പറയും അതെന്തുണ്ടായത് ഓക്കെ 2 അല്ല 3 അല്ല 5 മണിക്കൂർ പുള്ളി ഇരുന്ന് തള്ളിക്കോളും. ക്ലോസിംഗ് വരെ പൈസ വരെ പുള്ളി മറന്നിട്ടുണ്ടാവും. നമ്മൾ ഓർമ്മിക്കണം, എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനിതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ, പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്താ കുഴപ്പമില്ല, പിന്നെ പൈസ വെച്ചിട്ട് വീട്ടിൽ സംസാരിച്ചോണ്ട്. ഇതാണ് പീകോക്കാരൻ. കണ്ടിട്ടുണ്ടോ സോണി ചേട്ടാ ഇന്നത്തെ ആൾക്കാരെ? അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വെറുതെ ചുമ്മാ കണ്ടുകൊണ്ട് അവർക്കാണ് കേട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ പിങ്കി സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ മിണ്ടില്ല. പിങ്കി ഒരാളാ എന്നിട്ട് പറ, എന്നിട്ട് ഇവിടെ ഉണ്ട് ചിലര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ചിലർക്ക് കേട്ടുകൊടുത്താൽ മാത്രം മതി. ഇതാണ് പീകോക്ക് ക്യാരക്ടർ. പീകോക്ക് ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ കച്ചവടം വരും, ഞാൻ പറഞ്ഞ പോലെ കാശ് വരില്ല. ഓക്കെ. എന്നാൽ പീകോക്ക് ഫസ്റ്റും സെക്കൻഡ് ഔളും കിടക്കുന്ന ചില ആളുകളുണ്ട്. മധു ഭാസ്കർ സാറെ അറിയില്ലേ രമേശ് ജി? അദ്ദേഹം അങ്ങനെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷെ അദ്ദേഹം പീകോക്ക് ഫസ്റ്റും സെക്കൻഡ് ഔളുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രിപ്പയർ ചെയ്യും. കണ്ടന്റിൽ ഭയങ്കരമായിരിക്കും പുള്ളി, അതുപോലെ അവതരണത്തിലും ഭയങ്കര രസമായിരിക്കും. ഒരിക്കലും അനിൽ ബാലചന്ദ്രനെയും മധു ഭാസ്കർ സാറെയും ഒരു കണക്ക് കെട്ടാൻ പറ്റും. മധു ഭാസ്കർ സാറെ ക്ലാസ് വേറെ, അനിൽ സാറെ ക്ലാസ് വേറെ. നമ്മുടെ ബൈജു ഉണ്ട് അവിടെ, നമ്മുടെ ട്രെയിനർ ബൈജു ഉണ്ട് അവിടെ. യെസ്, നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഔൾ ക്യാരക്ടർ നമ്മൾ കയറ്റിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ അറിയും? നമ്മൾ കണ്ടന്റിൽ കൂടുതൽ പണിയെടുക്കും. സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാനൊരു ട്രെയിനിങ്ങിന് പോകണ്ടെങ്കിൽ കണ്ടന്റ് പ്രിപ്പറേഷനും പ്രസന്റേഷനും ഒക്കെ ഇതായിട്ട് പോവാറുള്ളൂ, അല്ലെങ്കിൽ പോവാറില്ലേ. ഭയങ്കര, അതായത് PPT ഏതൊരു കാര്യത്തിനും കണ്ടന്റ് ഞാൻ അപ്പൊ ക്രിയേറ്റ് ചെയ്യും. മുന്നെടുത്തതാണെങ്കിൽ പോലും ഞാൻ റീക്രിയേഷൻ നടത്തും. അത് പിന്നെ ആളുകളോട് നല്ലതായിട്ട് ഇടപെടണം. പീകോക്ക് ഡൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് മധു സാർ ഒരുപാട് കാശ് ഉണ്ടാക്കി നിങ്ങൾ കേൾക്കില്ല. ഒരിക്കലും അദ്ദേഹം ഞാൻ മില്യണർ ആയെന്ന് പറഞ്ഞു വരില്ല. എനിക്ക് കേൾക്കുന്നില്ല, ഞാൻ സാർ പറഞ്ഞത് കേട്ടില്ല. എവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. മധു ഭാസ്കർ സാർ ഒരിക്കലും കാശ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞു കേൾക്കില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് നല്ല ബന്ധങ്ങളും ഒരുപാട് കണ്ടന്റുകളും ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ. ഓക്കെ. ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലാണ് കൂടുതൽ സാധ്യത? ഇൻട്രോവേർട്ട് ഔള്. കറക്റ്റാ. ഇൻട്രോവേർട്ട് ഔള്. എക്സ്ട്രോവേർട്ട് പക്ക പീകോക്ക്. എക്സ്ട്രോവേർട്ട് ഒരു ചോദ്യമില്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം ഉണ്ടല്ലോ, പുളിയാ, പട്ടക്കാണ്. ഒരേ സമയം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക, ഞാൻ ഇൻട്രോവേർട്ട് അറിയോ? ബേസിക്കലി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വാസം വരില്ല. പല ആളുകളോടും ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാത്ത ഒരാളാണ്. എല്ലാവരോടും കയറി ബന്ധങ്ങൾ സ്ഥാപിക്കാത്ത ആളാണ്. എന്നാൽ അതേ സമയത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല സംസാരം. അങ്ങനെയുണ്ട്. അത് ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാനുള്ള ശ്രമം ആണ് എന്നുള്ളതല്ല, നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ബേസിക്കലി നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ കാര്യം വർക്കൗട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. കച്ചവടത്തിന് നല്ലത്. അപ്പൊ 4ാമത്തെ ക്യാരക്ടർ എന്താവണം രവീന്ദ്രേട്ടാ? മധു ഭാസ്കർ സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന വെച്ചാല്, എനിക്കുള്ള സ്വപ്നം എനിക്ക് 1,00,000 ആളോട് ഒരേ സമയത്ത് ട്രെയിനിങ് എടുക്കണം. അത് അദ്ദേഹം പറഞ്ഞത്. അനിൽ ബാലേന്ദ്രന്റെ ക്ലാസ് ഞാൻ കേട്ടില്ല, പക്ഷെ അദ്ദേഹം കാഷുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ലാസ്റ്റത്തെ പ്രശ്നം കേട്ട സമയത്ത് തോന്നിയത്
പുള്ളി ബേസിക്കലി പണമാണ് നോക്കുന്നത്. രണ്ടും നല്ലതാ, രണ്ടും രണ്ടറ്റാണ്. ഒരു പ്രാവിനെ സംബന്ധിച്ചിടത്തോളം അനിൽ സാറിന് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. എന്നൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും അവരെ കുറിച്ചല്ലല്ലോ ചർച്ച. അനിൽ സാർ അത് കേട്ട് എന്നെ കൊല്ലും. നീ എന്തിനാ അതൊക്കെ സംസാരിക്കുന്നത്? ഓക്കെ, അടുത്തത് ഈഗിൾ. നിങ്ങൾ എന്താവണം, നിങ്ങൾ എങ്ങനെയാവണം, നിങ്ങൾ ശരിക്കും ബിസിനസ്സിൽ വളരാൻ എന്താവണം, അതാണ് ഈഗിൾ. ഹരിദാസേട്ടാ, നോൺ ഇമോഷണൽ. ഇമോഷൻസ് പാടില്ല. സ്വന്തം സുഹൃത്താണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നോൺ ഇമോഷണൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ന് പറ്റുന്നോ അന്ന് നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാണ്. കാരണം അപ്പോഴേ നിങ്ങൾക്ക് നോൺ ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമറോടും നിങ്ങളുടെ എംപ്ലോയീസിനോടും സംസാരിക്കാൻ പറ്റുള്ളൂ. സർവീസ് കൊടുക്കുകയാണെങ്കിൽ യെസ് സർവീസ്, പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ യെസ് പ്രൊഡക്റ്റ്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ എന്താ അറിയോ, അങ്ങനത്തെ ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവും. ഇമോഷണൽ ആയിട്ടുള്ള ഒരു പിടുത്തവും അവർ പിടിക്കില്ല. ഈഗിളിനെ സംബന്ധിച്ചോളം ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിരിക്കും, ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അവര് കൃത്യമായിട്ട് അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരാളോടും അനാവശ്യമായിട്ട് കൂടുതൽ സംസാരിക്കാൻ പോവില്ല. സംസാരിക്കുന്നതിൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. അവർക്ക് ഒരിക്കലും ഡൗ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഹരിദാസേട്ടൻ പോയിട്ട് ഒരു വലിയ ബിസിനസ്സുകാരനോട് പോയിട്ട് നിങ്ങളുടെ കുടുംബകഥ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പേര് ഓക്കെ ഞാൻ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് മാറിക്കളയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഒരു ഇമോഷൻസും അവരുടെ ചെലവാകും. ഒരിക്കലും ഒരു ഈഗിളായിട്ടുള്ള വ്യക്തി ഒരു ഡവ് ആയിട്ടുള്ള വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ അടി നടക്കം ഉറപ്പാണ്. അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല, മൈൻഡേ ചെയ്യില്ല. ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് മൈൻഡേ ചെയ്യാത്ത ക്യാരക്ടറാണ് ഈഗിളിന്റെ. ഏറ്റവും നല്ല ഈഗിളിനെ നിങ്ങൾ കണ്ടിരിക്കുന്നത് ആരാ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈഗിൾ ക്യാരക്ടർ നിങ്ങൾക്ക് തോന്നിയത്? യൂസഫ് അലി നല്ല ഈഗിൾ ക്യാരക്ടറാണ്. നിങ്ങൾ വലിപ്പം പറയുന്ന പല ബിസിനസ്സുകാർ, പിണറായി വിജയൻ ഈഗിളാണ്, പക്ക ഈഗിളാണ്. നോൺ ഇമോഷണൽ. അനിൽ സാർ ഈഗിൾ, കട്ട ഈഗിളാണ്. അവിടെ ആരെന്ത് പറഞ്ഞാലും അത് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ മലബാർ ഏരിയയിൽ, ഞാനും മലബാറുകാരനാണ്, മലബാർ ഏരിയയിൽ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, റിലേഷൻസിന് പ്രാധാന്യം കൊടുക്കും, ചടങ്ങുകൾക്ക്, ഫംഗ്ഷൻസിന്. സൗത്ത് സൈഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ശരിയാണോ ഞാൻ പറയണത്? അതുകൊണ്ടാണ് കോഴിക്കോട് വന്ന് അവതരിപ്പിച്ചപ്പോ ഇതേ പരിപാടി കോട്ടയത്ത് പോയി അവതരിപ്പിച്ചെങ്കിൽ വലിയ പ്രശ്നം വരില്ല. എറണാകുളത്ത് ഒരിക്കലും പ്രശ്നമാവില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അവിടെ എന്നെ തന്നെയാണെന്ന് ചിന്തിക്കുകയാണ്. ഇമോഷണലിയാണ് തോട്ട്സ് വരുന്നത്. ഒരു ബിസിനസ്സുകാരന് മാച്ച് അല്ല അത് ഒരിക്കലും. ബിസിനസ്സുകാരനായിട്ടുള്ള ആൾക്ക് എപ്പോഴും നോൺ ഇമോഷണൽ ആയിട്ട് അവന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അവന്റെ ലക്ഷ്യത്തിനെ കുറിച്ചും അതിലേക്ക് വരേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ തന്നെ ഈ ഇമോഷണൽ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഈഗിളായിട്ടുള്ള ആൾക്ക് രമേശിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, രാഹുലിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. രമേശ് ഒരു പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, പ്രസന്റേഷൻ വെക്കുന്ന സമയത്ത് ഈഗിളിന് ഇഷ്ടമായിരിക്കും. ഒരു കമ്പനിയിലെ ഓണറുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മിക്കവാറും ഫിനാൻസിന്റെ മാനേജർ ആയിരിക്കും. മാർക്കറ്റിംഗ് മാനേജറേക്കാൾ കൂടുതൽ ഫിനാൻസിന്റെ മാനേജർ ആയിരിക്കും. കാരണം എന്താ? അവന്റെ നമ്മൾ വിചാരിക്കും പൈസക്ക് ആക്രാന്തം അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങളിൽ അവനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാണ്. അതുകൊണ്ടാണ് അവളാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്. ക്ലിയർ? എംപ്ലോയീസ് ലെവലിൽ വരുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഈഗിൾ ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ഒരിക്കലും ഈ ഒരു ഈഗിൾ ആയിട്ടുള്ള എംപ്ലോയി എടുക്കരുത്. ഒരിക്കലും ഒരു ഈഗിൾ ആയിട്ടുള്ള എംപ്ലോയി എടുക്കരുത്. ഈഗിൾ എന്ന് കാണിക്കാൻ രണ്ട് കാരണങ്ങളാവും. ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പ്രാവ് മൂത്ത് ഈഗിൾ ആയതാവും, പ്രാവ് മൂത്ത് പരുന്തായതാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് സ്വയം ചിന്തിക്കുകയും ചെയ്യുന്നവര് ഡോപ്പ് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈഗിൾ ആയിട്ടുണ്ടാവും. അത് ചെയ്യരുത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഈഗിളിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ സംഭവം അവൻ ഒരിക്കലും ഒരു ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവൻ അത് റിസൈൻ ചെയ്ത് പോകും, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങും.
അവനെ സംബന്ധിച്ചുള്ള അവൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. കസ്റ്റമർ ഈഗിളായിട്ടുള്ള കസ്റ്റമറാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ സാർ എന്നല്ലാതെ ഒരു കാലത്തും വിളിക്കരുത്. സാറിനെ വിളിക്കാൻ പാടും. ചേട്ടാന്ന് അറിയാണ്ട വിളിച്ചു കഴിഞ്ഞാൽ പോയി പണിയൊക്കെ എന്നെ ചേട്ടാ വിളിക്കാൻ താനാണല്ലോ. ബായി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തീർന്നു. അവനോട് ബഹുമാനം, റെസ്പെക്ട് കൊണ്ട് സംസാരിക്കുക. അവൻ പറയുന്ന കാര്യങ്ങളെ ചെറിയ ചോദ്യങ്ങൾ മാത്രം അവനോട് ചോദിക്കാൻ പാടും. വലിയ ലോങ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കരുത്. മനസ്സിലായില്ല? ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക. അവന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. അവന് സമയം ചെലവഴിക്കില്ല അനാവശ്യമായിട്ട്. ഒരുപാട് കഥ പറയാൻ പോകരുത്. പീകോക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനോടാ പറയുന്നത്, നിങ്ങൾ അവരോട് ഒരിക്കലും കഥ പറയാൻ പോകരുത്. അവർ ഇഷ്ടപ്പെടുന്നു. ഡവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും കഥ പറയാൻ പോകരുത്, ഇഷ്ടപ്പെടുന്നു. കാര്യം പറയുന്നു, ആ കാര്യം പറയുന്നു, ക്ലോസ് ചെയ്യുന്നു. അതാണ് അവരെ ക്യാരക്ടർ. കസ്റ്റമറായിട്ടിരിക്കുന്നത്. ഈ 4 ക്യാരക്ടറാണ് നമ്മൾ ബേസിക്കലി ഉള്ളത്. ഇത് 4 നമ്മളിലുണ്ട്. ഇതിൽ ഇരിക്കുന്ന ഈഗിളിനെ അല്ലെങ്കിൽ മുകളിൽ കൊണ്ടുവരണം. എന്നാൽ നമ്മളൊരു നല്ല ബിസിനസ്സുകാരനാവും. പീകോക്കിനെയാണ് മുകളിൽ കൊണ്ടുവരുന്നതെങ്കിൽ നല്ലൊരു സെയിൽസുകാരനാവും. അവളിനെയാണ് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡവിനെ ആണെങ്കിൽ കുറെ കൂട്ടുണ്ടാവും, ഒപ്പം കുറെ ആൾക്കാരും ഉണ്ടാവും, കുറെ ഫങ്ഷൻസ് ഡെയിലി, മറ്റേ ചടങ്ങുകളും മരണം മുതൽ മറ്റേ കല്യാണം വരെയുള്ള ചടങ്ങുകൾ ഉണ്ടാവും. അതിനെങ്ങനെ പോവാം? ഒന്നും ഒഴിവാക്കാൻ സാധിക്കില്ല, ഒന്നും ഒഴിവാക്കാണ്ട് പറ്റൂല, ഒന്നിനോട് നോ പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ സംഭവിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോയതുള്ളൂ. ഇനി ഇതിന്റെ അപ്പുറത്തൊരു പഠനമുണ്ട്. അതാണ് ഫസ്റ്റ് സെക്കൻഡും കിടക്കുന്നത്, തേർഡ് സെക്കൻഡും കിടക്കുന്നത്. ഇന്നലെ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മൂഡിന് എല്ലാം മാറ്റം ഉണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് മൂഡ് ചേഞ്ച് ആവാറുണ്ടല്ലേ. ചിലരോട് ഞാൻ ചോദിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടല്ലേ. ചിലരോട് ചോദിക്കുന്നുണ്ട് ഭയങ്കര ആഗ്രഹങ്ങളാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല അല്ലേ. ഇതൊക്കെ ചോദിക്കുന്നതിന് കാരണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ 4 കിടക്കുന്ന ഇതിന്റെ വ്യതിയാനങ്ങളും മാറ്റങ്ങളും പൊസിഷൻസും നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ മറ്റേ കവടി കയറിയിട്ട് മറ്റേ ശുക്രനില് മറ്റേ കേതുവില് മറ്റേ സംഭവം ഉണ്ട്, രാഹു ഗുളികൻ, അതുപോലെ തന്നെ ഇത് എവിടെ കിടക്കണോ ആ പൊസിഷൻ നോക്കിയിട്ടാ. ചന്ദ്രന്റെ 7ാം കാലവും 6ാം കാലവും ബുധന്റെ ശുക്രന്റെ ഉള്ളിൽ കയറിയിട്ട് ആ പരിപാടി പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ നമ്മുടെ ഒരു താല്പര്യപ്രകാരം നമ്മളതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഓരോരുത്തരെയും നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ വെക്കേണ്ടവരുടെ അടുത്ത് കൃത്യമായിട്ട് ഗ്യാപ്പ് വെക്കും, അടുപ്പിക്കേണ്ടവരുടെ അടുത്ത് കൃത്യമായിട്ട് ഞാൻ ഗ്യാപ്പ് അടുപ്പിക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരുപോലെ പെരുമാറില്ല. അതിന് കാരണമുണ്ട്. അത് ഇതാണ് കാരണം. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, അത് ഇതാണ് കാരണം. എന്നാ പറയും. ഇനി ഇതിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി കൂടുതൽ പറയണമെങ്കിൽ മറ്റേ കാശ് വെക്കണം, കബഡിക്ക് കാശ് വെക്കണം, കബഡി പൊക്കണം, പിഴി പൊക്കണം, ഇതാണ്. ചോദിക്കും, ചോദ്യങ്ങൾ ഉണ്ടാവും എനിക്കറിയാം, പറഞ്ഞോ. എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് തിരിച്ചറിയാൻ പറ്റും? ടെസ്റ്റ് കൊടുക്കണം, അവർക്ക് ടെസ്റ്റ് കൊടുക്കണം. ഞാൻ എന്റെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് കൊടുക്കും. എന്റെ ക്ലയൻസിനെ ചെയ്യുമ്പോൾ ഈ ഡോപ്പ് ടെസ്റ്റ് കൊടുത്ത് ആ ഡോപ്പ് ടെസ്റ്റ് ക്ലിയർ ചെയ്തതിന് മാത്രം ആദ്യത്തെ പ്രൊസീജിയർ അതാണ്. എന്റെ മുന്നിലേക്ക് ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ ഈ ഡോപ്പ് ടെസ്റ്റ് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ മേടിക്കും. ഞാൻ എന്നിട്ട് അവരത് ഒന്നും കൂടി ചോദിക്കും. ഇപ്പൊ ഇന്നലെ മുനീർ ഭായിയോട് ചോദിച്ച പോലെ ഒന്നും കൂടി ചെയ്തിട്ട് വാന്ന് പറയും. എനിക്ക് ചിലത് കണ്ടാൽ തോന്നും. അപ്പൊ ഞാൻ പറയും ഒന്നും കൂടി ചെയ്തിട്ട് വാന്ന് പറയും. കാരണം ചിലർ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത് കളയും. കാരണം ഇംഗ്ലീഷ് വാക്കുകളാകുമ്പോഴേ വെറുതെ കുത്തിമരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ മലയാളത്തിലുള്ള അർത്ഥം അയച്ചു കൊടുക്കും. അത് ഞാൻ അയച്ചു കൊടുക്കും. ഇനി മലയാളത്തിലുണ്ട് കേട്ടോ, ഡോപ്പ് ടെസ്റ്റ് മലയാളത്തിലുണ്ട്. അത് വേറെ രീതിയിലാണ്. അതും ഞാൻ ചിലപ്പോൾ ചെയ്യിപ്പിക്കാറ്. അത് നിർബന്ധമായിട്ട് 2 ടെസ്റ്റ്. ഞാൻ സനീഷയോട് കഴിഞ്ഞ ദിവസം സനീഷ് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 ഡോപ്പ് ടെസ്റ്റ്, 2 നൈസ് അനാലിസിസ് നിർബന്ധമായിട്ട് ചെയ്യണം. ഒരാൾ മുന്നിൽ വരുമ്പോൾ അവന്റെ ഡോപ്പ് ടെസ്റ്റ് ചെയ്ത് അവൻ ഏത് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ പോസ്റ്റ് സെയിൽസ് ആണെങ്കിൽ അതിലേക്ക് ഒരു പ്രാവിനെ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല. നമ്മളെ നശിപ്പിച്ചു കളയും. അവൻ എപ്പോഴും പറയുന്നറിയോ, നമ്മുടെ റേറ്റ് കൂടുതലാണ്, നമ്മുടെ ബിസിനസ് ശരിയാവില്ല, ആ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഈ കംപ്ലൈൻസുകളാണ് കൊണ്ടുവരിക. കാരണം എന്താ വെച്ചാൽ അവരെപ്പോഴും അപ്പുറത്തവന്റെ ഹൃദയം കൊണ്ട് അത് കേൾക്കുക. ഇന്നലെ നബൂൽ എന്നോട് പറഞ്ഞു, നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അവനെ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അതാണ് ഈ ഡവിന്റെ കുഴപ്പം. ഹരിദാസേട്ടനൊക്കെ പാവം മറ്റേ കച്ചവടത്തിൽ മുടിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്.
കസ്റ്റമർ എന്ത് വിചാരിക്കും, അവൻ എന്ത് വിചാരിക്കും, അതായത് കടം മേടിച്ചിട്ട് വെണ്ടറുടെ പൈസ കൊടുക്കും, എന്നിട്ട് മറ്റേ കസ്റ്റമറുടെ അടുത്ത് പൈസ ഇട്ട് മേടിക്കൂല. ഇതാണ് അല്ലെ, അതല്ലേ കച്ചവടം പൊളിയാനുള്ള കാരണം. ഹരിദാസേട്ടാ, ഈ ബിസിനസ് നമുക്ക് നന്നാക്കി എടുക്കണം ഹരിദാസേട്ടാ. മാറ്റത്തിന് തയ്യാറാവണം ഹരിദാസേട്ടാ. അതിന് താങ്കൾ ഒന്നും മാറ്റണ്ട, താങ്കളുടെ ബിസിനസ് മാറ്റണ്ട, താങ്കളുടെ സ്ട്രക്ചർ മാറ്റണം, താങ്കളുടെ സ്വഭാവം മാത്രം മാറ്റിയാൽ മതി. ആരും എന്തോ പറഞ്ഞോട്ടെ, മാറാൻ തയ്യാറാണെങ്കിൽ പോരെ, നമുക്ക് സെറ്റാക്കാം. തീർച്ചയായും മാറിയേ മതിയാവും, മാറ്റം വേണം. പറയൂ, ഇനി ചോദ്യം രമേശ് ജി. ഈ ടെസ്റ്റിന് നമുക്ക് ഈ ലിങ്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഈ ലിങ്ക് തന്നെയാണോ ഈ ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം. ട്രെയിനിങ്ങിന് പോകുമ്പോൾ, സെയിൽസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ പഠിക്കണം നന്നായിട്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ടീമിനെ എടുത്തു കഴിഞ്ഞാൽ ആ ടീമിന് HR അല്ലേ താങ്കൾ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ പഠിക്കണമെങ്കിൽ കാശ് വെക്കണം. ഇതിന്റെ കൂടുതൽ പഠിത്തങ്ങളൊന്നും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾ ശ്രീത്ത് ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചതല്ലേ, അല്ലെങ്കിൽ വേറെ അല്ല. ഞാനിത് കുത്തിരുന്ന് എന്റെ താല്പര്യത്തിന്റെ പുറത്ത് ഞാനിതിൽ ഓരോ അനാലിസിസുകളും ഇരുന്ന് പഠിച്ച് അതിനെ വേറെ ആളായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അങ്ങനെ പഠിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഹ്യൂമൻ സൈക്കോളജിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് 2-3 ആൾക്കാരെ പെട്ടെന്ന് കയ്യിലെടുക്കാനൊക്കെ പറ്റും. നമുക്ക് ഇപ്പൊ ചില മലയാളത്തിൽ ലിങ്ക് ഒന്ന് അയച്ചുതരാമോ, ഗ്രൂപ്പിലിടാമോ? ലിങ്ക് അല്ല, അത് PDF ആണ്. കുറെ സാധനങ്ങൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് മാറാനായിട്ട് ഒരു ഗ്രാജുവലി സ്ലോ പ്രോസസ്സിംഗ് അല്ലേ ശരിക്കും? അതെ. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ ഇവിടെ ഇരിക്കുന്നവർക്ക് ഡൗവിൽ നിന്ന് മാറാൻ, പീകോക്കിൽ നിന്ന് മാറാന്ന് വെച്ചു. പീകോക്കിൽ നിന്ന് മാറുമ്പോൾ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക അവരവിടെ ഔളാവാനാ പറയാം. ഔളാവാൻ പറയും. ഔളായതിനു ശേഷം ഈഗിളാവാനാ പറയുക. ഔളാവുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയുക, ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കുക. മനഃപൂർവ്വം ചെയ്യില്ല. ഈ പീകോക്കിന്റെ ഒക്കെ ബെഡ്ഷീറ്റ് പോയി കഴിഞ്ഞാണ്ടല്ലോ, മറ്റേ ഷീറ്റ് ഇവിടെ, തലയണ അവിടെ, മറ്റേ ലുങ്കി അവിടെ, അങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഞാനൊരു കാലത്ത് അങ്ങനെ എടുത്തു, അതുകൊണ്ട് അത്ര പെട്ടെന്ന് പറയാൻ കാരണം. പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കിയിട്ട് വരണം എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയും. ഗ്ലാസ്, ചായ കുടിച്ച ഗ്ലാസ് കൊണ്ട് കഴുകി വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് സ്റ്റാൻഡിൽ തൂക്കിയിടുക, പ്ലേറ്റ് തൂക്കിയിടുക, അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. ബെഡ്ഷീറ്റ് ക്ലിയർ ആക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റി. ഇതൊക്കെ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിന്റെ ഭാഗം. ചെറിയ ആക്ടിവിറ്റിയാണ് സംഭവം, നമ്മളിത് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്, ശരിയല്ലേ? നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അതങ്ങനെ ചെയ്യാം. അപ്പൊ കുറേശ്ശെ നമ്മൾ അതിലേക്ക് വരും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വരച്ച് പേപ്പറിൽ എഴുതി സംസാരിച്ചു തുടങ്ങും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പതിയെ ഈ പീകോക്ക് ഔളിലേക്ക് വരും. ആ ഔളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈഗിളിലേക്ക് വരാൻ കുറച്ച് ഈസിയാണ്. പീകോക്കിന്ന് നേരെ ഈഗിളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഈ ഡൗ ക്യാരക്ടറോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡൗ ക്യാരക്ടറോട് ആദ്യം നിങ്ങൾ പീകോക്കിൽ വരിക, ഇതെന്നെ ഔളിലേക്ക് പോവുക, എന്നിട്ട് ഈഗിളാവുക. ഡൗ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇമോഷണലിന്റെ അങ്ങേ തരയായിരിക്കും. എന്നും കംപ്ലൈന്റ് ആയിരിക്കും. കംപ്ലൈന്റ് ആയിരിക്കും. എല്ലാറ്റിലും കാര്യങ്ങളിലും പ്രശ്നങ്ങൾ. ഏറ്റവും ഒരു കാര്യത്തിൽ പ്രശ്നം കണ്ടുപിടിക്കാൻ അവരെ കഴിഞ്ഞിട്ടുള്ളൂ. വെറുതെ മോങ്ങിക്കൊണ്ടിരിക്കും. ഡൗ ക്യാരക്ടറുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മോങ്ങിയിട്ട് കരഞ്ഞ് അവരുടെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ലല്ലോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. കിട്ടാത്തതിനെ കുറിച്ചായിരിക്കും കൂടുതൽ ചിന്ത. അതാണ് ഇമോഷൻസ് കൂടുതൽ. ഇനി അതിലെ രസം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ചില ആളുകൾ ചെയ്തു കഴിഞ്ഞാല് ഡവും ഈഗിളും അടുത്തടുത്ത് വരും. അതായത് ഇപ്പൊ കാണുന്നില്ലേ, ഇപ്പൊ പീകോക്കിന്റെ അടുത്ത് സെക്കൻഡ് തേർഡ് കിടക്കുന്നില്ലേ, ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, മൂഡ് സ്വിങ്സ് ആയിരിക്കും. പിങ്കിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചില പെൺകുട്ടികൾ ഉണ്ടാവും. ഇന്നത്തെ മൂഡേ ആയിരിക്കില്ല പിറ്റേ ദിവസത്തെ മൂഡ്. എന്നിട്ട് പീരീഡ്സിനെ കുറ്റവും പറയും, എനിക്ക് പീരീഡ്സ് അല്ലേ എന്ന് പറയും. അതുകൊണ്ടൊന്നല്ല, മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാവും. എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ആരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് മൂഡ് ചേഞ്ചസ് ഉള്ള ആൾക്കാരാണല്ലേ? ഓക്കെ, ഇനി ക്യാരക്ടർ മാറാൻ പറ്റൂട്ടോ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഇന്നാലും പഠിപ്പിച്ചു കഴിഞ്ഞാല് ഇവിടെ ഹരിദാസേട്ടൊക്കെ ഒരു നാളെ മറ്റേ പരുന്തായി പറക്കൂലേ, മേഘങ്ങൾക്ക് മുകളിൽ പരുന്തായി പറന്നു കഴിഞ്ഞ പണിയാവൂലേ? എന്റെ ഭാര്യ പറഞ്ഞിട്ടായിരുന്നു സാർ,
എന്താ ബിസിനസ് ജയിച്ചിട്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കി വെച്ചാൽ മതി. സത്യം അത്. ഭാര്യക്ക് കൈ കൊടുക്കണം. ഭാര്യ പീക്കോക്കാണോ? ആ ഞാൻ പീക്കോക്ക്. ഭാര്യ ഡബ്ബാണോ? ഭാര്യ ചെയ്യിക്കണത് നോക്കട്ടെ. ചെയ്തു. എങ്ങനെ വീട് ഫുള്ള് വൃത്തിയായിട്ട് എപ്പോഴും അടുക്കി ചിട്ടയോടെ ചെയ്യുന്ന ആളാണോ? അതെ അതെ അതെ. ആ അവളാവാനാ സാധ്യത. അവളും സെക്കൻഡ് ഡബ്ബു ആയിരിക്കും. നോക്കട്ടെ നോക്കട്ടെ. നോക്ക്. എന്റെ സെക്കൻഡ് പീക്കോക്കാണ്. നല്ലതാ. ഞാൻ പറഞ്ഞല്ലോ കുറച്ചു മുന്നേ. സെക്കൻഡ് പീക്കോക്ക് അത് പതിയെ വളർത്തിയിട്ട് ഈഗിള് കയറ്റി വരണം. ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. പതിയെ ഈഗിള് കയറ്റി കൊണ്ടുവരണം. ഈഗിള് കയറ്റി കൊടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോ കോസ്റ്റ്. പിന്നെ രമേശിന്റെ ബിസിനസ്സിൽ വെല്ലാൻ ആരും. ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ, ഒരു എന്താ പറയാ, ഒരു 70%-ലേക്കല്ലേ എത്തിയിട്ടുള്ളൂ ബിസിനസ്. അതെ. അത് ഈ നമ്മളെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് എല്ലാം ക്ലിയർ ആയിട്ട് കഴിഞ്ഞിട്ട് മാത്രമേ മുന്നോട്ട് വെക്കുന്നു. അല്ല, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നു. പെർഫെക്ഷനിസ്റ്റ് ആണ് താങ്കൾ. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അതർ ടൈപ്പ് ഓഫ് പ്രോക്രാസിനേഷൻ ആണ്. അതായത് എല്ലാം റെഡി ആയി കഴിഞ്ഞാലേ ആണ് താങ്കൾ സെറ്റ് തുടങ്ങുള്ളൂ. അത് അവളിന്റെ ഒരു പ്രശ്നമാണ്. ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പെർഫെക്ഷനിസം. എല്ലാം സെറ്റ്. വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് താങ്കളോട് പറഞ്ഞ താങ്കള് വീഡിയോ ചെയ്യാനായിട്ട് 1 വർഷമായി പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അത്രേ. ലൈറ്റ് വേണം, ക്യാമറ വേണം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വേണം. ശരിയല്ലേ? എല്ലാം സെറ്റായിട്ട് തുടങ്ങൽ നടക്കൂല. അതും ഇറങ്ങാനുണ്ട്. ഇതെല്ലാം സെറ്റായിട്ട് നടക്കൂല പരിപാടി. അല്ല, അത് ഇൻട്രോവേർട്ടും ആണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി അതും ഒരു പ്രശ്നമാണ് എന്ന് തോന്നാറുണ്ട്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, കച്ചവടത്തിൽ നമ്മൾ ഇൻട്രോവേർട്ട് ഒന്നല്ല. ബേസിക്കലി അത് നല്ലതാന്നേ. 2 കാര്യങ്ങളുണ്ട്, 2 ഗുണം. ഒരാളും അനാവശ്യമായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യില്ല, നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യും. നല്ലതാ. ഞാൻ പറഞ്ഞു, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് കൊണ്ട് പറയുക. ഞാൻ നന്നായി സംസാരിക്കും, നന്നായിട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ആളായിരിക്കും ചില സമയത്ത്. വൺസ് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നന്നായി സംസാരിക്കും. അത് ഞാനും നമ്മൾ ഈ പറഞ്ഞ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇൻട്രോവേർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ഈ ലോകം കീഴടക്കിയത് ഇൻട്രോവേർട്ടുകളാണ്. അവര് എക്സ്ട്രോവേർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ പേടിക്കണം. ആറ്റം ബോംബിന്റെ ഇതാണ്, എന്താ പറയാ, പ്രഹരശേഷിയാണ്. ചോദിക്കും അടുത്ത്. എനി ക്വസ്റ്റ്യൻ സനീഷ് ചോദിക്കും. അതായത് ഒരു മിനിറ്റ്. മ്യൂട്ടായി. ഒന്നിട്ട് പറഞ്ഞേ, കേട്ടില്ല. എന്റെ സ്ക്രീൻഷോട്ടേ സാർ നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ സാറിന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് എവിടെയോ എന്തോ തിരുത്തിയ ഓക്കെ ആണെന്ന് അറിയാം, പക്ഷെ എവിടെയാ തിരുത്തേണ്ട, എവിടെയോ എന്തോ തകരാറ് പോലെ. അതെ അതെ. സനീഷി പ്രാവ്. അതന്നെ പ്രശ്നം. അതിനുശേഷം ഫസ്റ്റ് കിടക്കുന്നതിന് തേർഡ് കൊണ്ടുവരണം. അല്ല, ഫസ്റ്റ് കിടക്കുന്നതിന് ലാസ്റ്റ് കൊടുക്കണം. തേർഡ് കിടക്കുന്നതിന് സെക്കൻഡ് കൊണ്ടുവരണം. സോറി, ഫസ്റ്റ് കൊണ്ടുവരണം. എന്നാ ഓക്കെ, ചെയ്യാം, നമുക്ക് ചെയ്യാം. ഞാൻ മാറ്റി തരാം. ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയട്ടെ. താങ്കൾ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറിയാൽ പകുതി പ്രശ്നം തീരും. ഞാൻ വയനാട്ടിൽ നിന്ന് താമരശ്ശേരി മാറിയപ്പോ എന്റെ 10 വർഷം തീർന്നത്. അന്ന് മുതലാണ് ഞാൻ ബിസിനസ്സുകാരനായത് ശരിക്കും. ഇനി ഇവിടുന്ന് ഈ താമരശ്ശേരി, ഇപ്പൊ താമരശ്ശേരിയിൽ നിങ്ങളെ ഫാമിലി കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ. അതൊന്ന് മാറിയിട്ട് ആഴ്ചയിൽ തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നിങ്ങൾ കോഴിക്കോട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക. കോഴിക്കോട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അപ്പൊ കുറെ കാര്യങ്ങൾ മാറും. അത് എന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ രാവിലത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് മറ്റേ ലൗഡ് സ്പീക്കർ ആണോ ഹെഡ്സെറ്റ് ആണോ? അല്ല, കുഴപ്പമില്ല സാർ, എല്ലാം ഇവിടെ ശ്രദ്ധിക്കില്ല. റൂമാ. പാല് വാങ്ങാനുള്ള ഓർഡർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഓർഡർ വന്നിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, അത് വേറെ ആള് ഏകദേശം ഇതില് ഓൾ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ
അങ്ങനെ സില്ലി മാറ്റേഴ്സിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ അപ്പൊ വീടിന് വേണ്ടി നിങ്ങളെ സ്നേഹിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ ഈഗിൾ ക്യാരക്ടർ ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞ് ഭാര്യ മടുക്കും. നിങ്ങൾക്ക് അതിൽ ശ്രദ്ധയില്ല, ഇതിൽ ശ്രദ്ധയില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഭാര്യ. ശരിയാണോ? ഇന്നൊരു തീരുമാനമാവും. ഇല്ല ഇല്ല ഇല്ല, അതെന്താണെന്നറിയോ, ആൾക്ക് അതിന്റെ കൂടെ കുറച്ച് ഡോഗും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഡോഗിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആള് പതുക്കെ ഓളിന്ന് മാറി ഡോഗിലേക്ക് വരും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. ആ ബാലൻസിങ് അതാ ഞാൻ പറഞ്ഞത്. നിഷ ഈഗിൾ ആവുമ്പോൾ ചില കാര്യങ്ങളിൽ ഞാനും നിഷയും കൂടി രണ്ട് ഈഗിൾ തമ്മിലും വരയും നന്നായിട്ട്. കാരണം രണ്ടാൾക്ക് നല്ല ഈഗോസ് ഉണ്ടായിരുന്നു. ഞാൻ നിഷയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിഷ ഈഗിളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പൊടിക്ക് കുറഞ്ഞ് ഒന്ന് പീക്കോക്കായി കളിക്കും. ഞാൻ ഈഗിളാന്ന് കണ്ട നിഷ എന്താ പറയാ താഴെ വരും. ഞങ്ങൾ രണ്ടാളും കൂടി ഈഗിളായി കഴിഞ്ഞാൽ അടുത്ത ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടും കൂടി അടികൂടി തുടങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. പാർട്ട്നേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കൂടി നമുക്ക് ചില കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രസേട്ടാ, നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ പാർട്ട്ണറെ സെലക്ട് ചെയ്യാന്ന് വെച്ചോ, ഒരാൾ ഈഗിൾ ഒരാൾ ഡബ് ആണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് എപ്പോൾ പൂട്ടി വെച്ചാൽ മതി. കാരണം ഈ ഡബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈഗിളിന് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല പാർട്ട്ണർഷിപ്പുകളും പൊട്ടുന്നത്. തിരിച്ച് ഞാൻ പറഞ്ഞ പല ക്യാരക്ടറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഈഗിളിന് എപ്പോഴും ഇഷ്ടം ഔളിനെയാണ്, ഡവിന് എപ്പോഴും ഇഷ്ടം മറ്റേ പീകോക്കിനെയാണ്. അതുകൊണ്ടാണ് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് സംസാരിക്കുന്ന ചെക്കന്മാരെ ചില പെമ്പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. സൗന്ദര്യ ബുദ്ധിയൊന്നും വലിയ പ്രശ്നം. നന്നായി സംസാരിച്ച് ഇടപഴകുന്ന ആൾക്കാരെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇവിടെ അമ്പിളി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലാലേട്ടൻ എന്താണ്, മോഹൻലാൽ എന്താണ്, പീകോക്ക് ആണോ ഡവ് ആണോ? സംശയം എന്താ, പീകോക്ക്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി പറയുന്നില്ല. എന്നാൽ മമ്മൂക്കയുടെ അടുത്ത് അത്ര സ്ത്രീ ആരാധകരില്ലല്ലോ. മമ്മൂക്ക ഈഗിളാണ്. ക്ലിയർ ആയില്ലേ? അമ്പിളി ക്ലിയർ അല്ലേ? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. അത്രേ ഉള്ളൂ. മോഡിജി ഈഗിളാണെന്ന്. മോഡിജി ഈഗിൾ അല്ല, മോഡിജി ആക്ച്വലി പീകോക്കാണ്. അവിടെ ഈഗിൾ അമിത്ഷയാണ്. മോഡിജി പീകോക്ക് ആൻഡ് ഔളാണ് ബേസിക്കലി. മോഡിജി ഈഗിളിനെ പോലെ കാണിക്കുകയാണ്. അതൊരു വേറൊരു സെറ്റപ്പാണ്. പറ ഇനി ആരുടെ ജാതകം നോക്കാനുള്ളത്? ഇനി ജാതകം നോക്കണമെങ്കിൽ മറ്റേ ലക്ഷണം. ഇനി ദക്ഷിണ വെക്കണ്ടേ മുനീർജി? ഇനി ദക്ഷിണ വെപ്പിച്ചിട്ട് സംസാരിക്കാൻ പാടും. അബ്ദുൽ കലാമോ? അബ്ദുൽ കലാം നല്ല ഡവ്വ ആയിരുന്നു. ഡവും ഈ മറ്റേ ഇതും ഉണ്ട് കുറച്ച്. അവൾ ക്യാരക്ടർ നല്ലതാണ്. ഇവിടെ മൂങ്ങ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മൂങ്ങ കണ്ടതിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇന്നലെ ആഴ്ചയിൽ ആരും മൂങ്ങകളില്ല. ഉണ്ടാവും ബേസിക്കലി ഉണ്ടാവും. ഇല്ല, വേറെ ആരും ഞാൻ കാണുന്നില്ല. ഇതിലിപ്പോ പേര് നോക്കുന്നതിൽ ആരെയും കാണുന്നില്ല. സാക്കീർജി ഉണ്ടെങ്കിൽ സാക്കീർജി കുറച്ച് മൂങ്ങയാണ്. കുറച്ച് മുഹമ്മദ് സാക്കീർ ഇല്ല, അതല്ല. അമ്പിളി മൂങ്ങയല്ല, അമ്പിളി മൂങ്ങയെന്നല്ല. അല്ല, ഇതൊരു ബാലൻസിംഗിൽ പോണതാണോ ഈ പറഞ്ഞ ഈഗിൾ ആയിട്ട് മാറുന്നതാണോ? ബിസിനസ്സിൽ ഈഗിൾ ആവുന്നതാണ് നല്ലതല്ലേ? ബിസിനസ്സിൽ ഈഗിൾ ആവണം. ബിസിനസ് ഈഗിൾ ആവണം. ആ ഈഗിൾ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നാലെ വന്നു. അതാണ് അതിൻ്റെ. പക്ഷെ ഒരിക്കലും ഒരു 70% മുകളിലേക്ക് പോകരുത്. അത് ഭയങ്കര ഈഗോ ആയിരിക്കും. ഒന്നും പറഞ്ഞ കേൾക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയില്ല, സിഇഒ ഡിസീസ് എന്ന് പറയുന്ന സാധനം. സിഇഒ ഡിസീസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞ് അംഗീകരിക്കാതെ ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. 70% മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചിലരുണ്ട് ഭയങ്കര കട്ട ഈഗിളായിരിക്കും. അങ്ങനെ ചെയ്യുന്ന 100% ഈഗിളാന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ആവില്ല ബേസിക്കലി. പക്ഷെ അവർക്ക് ഒരിക്കലും ജീവിതം ഉണ്ടാവില്ല. അത് അത്രേ ഉള്ളൂ. 100% ഈഗിളാർക്ക് ഫാമിലി ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ? അപ്പൊ ഇങ്ങനെ 7:20 നീണ്ടുപോയി. പറയാ തിരിച്ച്. ഞങ്ങൾക്ക് സിപ്രയിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു സാറേ, വിക്ടർ ജോർജ് എന്ന് പറഞ്ഞിട്ട്. ആള് ഓൾ കേരള മാനേജറാണ്. പക്ഷെ ആളുടെ വീടിന്റെ അടുത്ത്, കണ്ണൂരുകാരനാണ്. വീടിന്റെ അടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ പോലും വീട്ടിൽ പോവില്ല. തൊട്ടടുത്ത് ടൂറിസ്റ്റ് ഹോമിനിടയിൽ താമസിക്കുള്ളൂ. അത്ര ഭയങ്കര രസമാണ്. പക്ഷെ
ഒരു പരിധി കഴിഞ്ഞപ്പോൾ നല്ല ബിസിനസ് ഉണ്ടായി കൊടുത്തു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എംപ്ലോയീസ് നിൽക്കില്ല എന്നുകൊണ്ട് സിപ്ല അയാൾ പുറത്തായി. പുള്ളി ബിസിനസ് തുടങ്ങിയത് 21 ഇല്ല, ബിസിനസ് തുടങ്ങിയില്ല. 21 വർഷമായിട്ട് സിപ്ലയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. അവസാനം സിപ്ല അയാൾ ടെർമിനേറ്റ് ചെയ്തു. അയാള് ലൈഫ് തന്നെ പോയി. കാരണം ഈ പുള്ളി പറഞ്ഞ ബിസിനസ് തുടങ്ങിയ ഭയങ്കരമായിട്ട് മെച്ചപ്പെടും. അതെ ബിസിനസ് തുടങ്ങിയില്ല സാറേ. അത് എന്താ വെച്ചാല് അന്ന് മൂപ്പരുടെ സ്വപ്നത്തിൽ സിപ്ല എന്ന് പറഞ്ഞ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മൂപ്പര് തുടങ്ങുമ്പോൾ സിപ്ല ലെവലില്, സിപ്ല ഓൾ ഇന്ത്യ അപ്പുറം ഒരുപാട് കൺട്രീസിലൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. ആ ലെവലിൽ ഒരിക്കലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞാൽ അറിയോ? മറ്റേ എന്താ ഇപ്പോഴത്തെ കമ്പനി ഡ്യൂക്ക് ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിംഗ് കമ്പനി ഉണ്ടല്ലോ. പണ്ട് ഹാവൽസിന്റെ കേരള ഹെഡായി, സൗത്ത് ഹെഡൊക്കെ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ തന്നെയായിരുന്നു. ഹാവൽസ് പുറത്തൊക്കെ ചെയ്തു. അത് പിന്നെ വേറെ എന്തൊക്കെ പ്രശ്നത്തിന്റെ പുറത്തായിരുന്നു. ഹാവൽസിന് പുറത്ത് വന്ന് പുള്ളി കമ്പനി തുടങ്ങി. പുള്ളി ഭയങ്കര ഈഗിൾ. പക്ഷെ എന്താ പറയാ, ഈഗിളും വേണം, ഒപ്പം നമുക്ക് ചെറുതായിട്ടൊക്കെ പീക്കോ ക്യാരക്ടറും വേണം. ആളുകളോട് ഡീൽ ചെയ്യാൻ കൂടി വരും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരനായി മാറും. ഈഗിൾ മാത്രമായിട്ട് കാര്യമില്ല. ഇതിലിപ്പോ അനിൽ സാറൊക്കെ ഏതായിരിക്കും സാർ? ഏകദേശം ഈഗിളാണ്. ഈഗിളും മറ്റേ പീക്കോക്കും. സെക്കൻഡ് പീക്കോക്കാണ്, തേർഡ് ഔള്, ഫോർത്ത് ആണ് ഡഫ്. ബേസിക്കലി എനിക്ക് തേർഡ് തന്നെ ഡവ് ആണോ സംശയം. ഞാൻ പുള്ളി കുറച്ച് മറ്റുള്ള കാര്യങ്ങളോട് നോക്കുന്ന ആൾ. നമ്മുടെ അടുത്ത് ബിസിനസ്സുകാരുടെ അടുത്ത് മാത്രമേ പുള്ളി അങ്ങനെ പേരും. എനിക്കൊന്നും അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ലല്ലോ, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. കാരണം നമുക്ക് അടുത്ത് കഴിക്കുമ്പോൾ നമ്മളോട് നല്ല സ്നേഹത്തിൽ തന്നെ. പിന്നെ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അങ്ങനെ കാണിക്കേണ്ടി വരും. ഞാൻ അങ്ങനെയാണെന്ന് കാണിക്കേണ്ടി വരും. അതാണ്. അല്ലെ, ഒറ്റ മിനിറ്റ്. ആർക്കെങ്കിലും തിരക്കുകളുണ്ടെങ്കിൽ സൂം ഔട്ട് ചെയ്ത് പോകട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. ഹരിദാസേട്ടൻ ചോദിച്ചു. നമ്മളിപ്പോ ഞാനിപ്പോ ഇത്രയും കാലം ഈ ഡൗ എന്ന രീതിയിലാണ് പോയിരുന്നത്. എന്നാൽ ഈഗിൾ ആണ് നമുക്ക് ബിസിനസിന് ആവശ്യം. ഈഗിൾ ഞാനാണെങ്കിൽ ഒരു 10% ഉള്ളു. അപ്പൊ നമുക്കത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ചേഞ്ച് സാധ്യമാണോ? 3 മാസം മുതൽ 6 മാസം വരെ സമയമാണ്. ഞാൻ മാറ്റിത്തരാം. ഞാൻ പറയുന്ന ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എന്ത് പ്രശ്നം വന്നാലും നേരിടാന്നുള്ള മനക്കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. മനക്കട്ടിയില്ല, അല്ല സാധ്യമായിരിക്കാം സാർ. ഒരു കാര്യം ഞാൻ പറയാം. ഹരിദാസ് ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന ബിസിനസിന്റെ 10 ഇരട്ടി താങ്കൾ ഈഗിളായ വരും. 10 ഇരട്ടി താങ്കൾ ഈഗിളായ വരും, ഉറപ്പ്. അതിൽ ഒരു ചോദ്യമില്ല. ഓക്കെ, അത് 10 ഇരട്ടി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും നമുക്ക് പരസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയുകയാണ്, ക്യാരക്ടറുകൾ മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ ചില ആക്ടിവിറ്റികളാണ് മാറ്റുക. ഓക്കെ, ആ ആക്ടിവിറ്റികൾ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ അനിൽ സാറൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. കാശുള്ളവരോട് മാത്രമേ നിങ്ങൾ ബിസിനസ് നടത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ ട്രെയിനിങ് നടത്താൻ പാടുള്ളൂ. ഞാൻ കാശുള്ളവരോട് നടത്തുന്ന ആളാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കാശില്ലാത്തവർ എന്ന് പറയുന്നത് ചില ക്യാരക്ടർ കൊണ്ട് കാശില്ലാതെ പോയ ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു ഒറ്റ കാര്യമുണ്ട്, പറഞ്ഞാൽ കേൾക്കാം. പോവരുതെന്ന്, ഇന്ന സ്ഥലത്ത് പോവരുതെന്ന് പറഞ്ഞാൽ പോവരുത്, പോണമെന്ന് പറഞ്ഞാൽ പോണം. ഞാൻ പറഞ്ഞു മനസ്സിലായി? മാറും, ഉറപ്പായിട്ടും മാറും. ഞാൻ പറയാം, രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചുള്ള രാമേന്ദ്രേട്ടന്റെ ബിസിനസ് രാമേന്ദ്രേട്ടൻ ആ സ്ഥലത്ത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്തുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്തറിയാം, താങ്കളുടെ പീക്കോക്ക് സ്വഭാവം കാരണം താങ്കൾ എല്ലാ കാര്യത്തിലൂടെ ഇടപെട്ട് അവിടെ തന്നെ മതി എന്നുള്ള തീരുമാനിച്ചെടുത്തിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് സനീഷിയോട് പറഞ്ഞത്, നിങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് വരണം. നാളെ ഞാൻ പറയാം കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിൽ വരണം എന്നാണ്. താമരശ്ശേരി ഓഫീസ് നിങ്ങൾ കോഴിക്കോട്ടേക്ക് മാറ്റണം. എന്നിട്ട് തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഫാമിലിക്ക് സമയം കൊടുത്തോ, നിങ്ങളുടെ സുഹൃത്തുക്കൾ സമയം കൊടുത്തോ. ഞാൻ പറയാം, ഡെയിലി വീട്ടിൽ പോണവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഇമോഷണലി നമ്മൾ ലോക്കായി പോകും. പല കാര്യങ്ങൾ കൊണ്ട് പല രീതിയിൽ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണം എന്നുള്ളത്. ഞാൻ ഇമോഷണലി ഓക്കെ ആവുന്ന സമയത്ത് മാത്രമേ എന്റെ മക്കളെ ഞാൻ വിളിക്കാറുള്ളൂ, വീഡിയോ കോൾ വിളിക്കാറുള്ളൂ. ഇമോഷണലി ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ വേറെ എന്ത് വിളിക്കണ്ടേന്ന് കരുതി ഞാൻ വിളിക്കാറേ ഇല്ല.
എന്റെ അമ്മയോട് അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോ 5 ദിവസം 6 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുക. നീ എന്തൊരു പ്രാന്തനാണോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. അതൊന്നും എന്റെ വിഷയമേ അല്ല. ആ മെന്റാലിറ്റിയിലേക്ക് ഞാൻ വന്ന എന്തുകൊണ്ടറിയോ? അൾട്ടിമേറ്റ്ലി കാശുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളൊപ്പം ഉണ്ടാവുന്നേ. അതാ അത്രേ ഉള്ളു ചിന്ത. ഹരിദാസേട്ടന്റെ അടുത്ത് കാശുണ്ടെങ്കിൽ ഹരിദാസേട്ടൻ നിങ്ങളെ ഒരാളും വിട്ടുപോവില്ല. നിങ്ങൾ വെള്ളിമൂങ്ങ സിനിമയിൽ മറ്റേ ബിജു മേനോന്റെ കഥ കണ്ടില്ലേ? മന്ത്രി ആയി കഴിഞ്ഞപ്പോ എന്തുണ്ടായത്? എല്ലാവരും അതുവരെ അടിയുണ്ടാക്കിയിരുന്ന അനിയനൊക്കെ മറ്റേ ബാഗ് എടുത്തു കൊടുക്കാനും ഇതിനൊക്കെ വന്നു. ശരിയല്ലേ? അങ്ങനെ ചിന്തിച്ചമ്മ അത് ആരും ഇല്ലാതെ നമ്മൾ പോരെടുത്തണം. പരുന്ത് കൂട്ടത്തിലാണോ പരുന്ത് പറക്കുക? നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ പരുന്ത് ഒരു 10 ആൾക്കാരെ കൂട്ടി പോയി കണ്ടിട്ടുണ്ടോ? എന്നാ പ്രാവിന് ഒറ്റയ്ക്ക് പറക്കാൻ പറ്റൂ? ഇതാണ് അതിന്റെ ഉത്തരം. ക്ലിയർ? ഹരിദാസേട്ട വീട്ടിൽ നിന്ന് പുറത്താക്കോ ആ ചെങ്ങാടൊപ്പം കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ട്? അതൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പൊ എന്റെ വീട്ടിലെല്ലാവർക്കും ഈ ബിസിനസ്സിനെ എങ്ങനെയും വളർത്തിയെടുത്താൽ മതിയോ? എന്റെ ഭാര്യ മക്കള് രണ്ട് കാര്യം ഞാൻ പറയാം. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ബിസിനസ്സിൽ നിങ്ങൾ ബാക്കിയൊക്കെ വിടും. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നിർബന്ധമാണ്. ആ ലേണിങ്ങും ഡെവലപ്മെന്റും നടക്കുമ്പോഴാണ് ഇതിന് വേണ്ടിയിട്ട് പൈസ ഇറക്കാത്തവരാണ് ഇപ്പോഴും മട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ്സിന് ചുറ്റും മട്ടം കുത്തിക്കൊണ്ടിരിക്കുന്നത്. സോണി ചേട്ടന് സമയമേ ഇല്ല ഒരു കാര്യത്തിന്. സോണി ചേട്ടാ, താങ്കൾക്ക് സമയം ഇഷ്ടം പോലെ സമയമാക്കി തരാൻ ഞാൻ. എനിക്ക് അത്രേ പറയുള്ളൂ. ഇഷ്ടം പോലെ സമയമാക്കി തരാം. താങ്കളുടെ ഏറ്റവും വലിയ പ്രശ്നം താങ്കൾ എല്ലാ വള്ളികളും പിടിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ വള്ളികളും പിടിക്കുന്നുണ്ട്. അത് ലേബേഴ്സിന്റെ കാര്യമാണെങ്കിലും വേണ്ടില്ല, കോൺട്രാക്ടേഴ്സിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും വേണ്ടില്ല. എനിക്ക് തോന്നുന്നു അസോസിയേഷൻ ഉണ്ടാവും, കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടാവും, ഉദ്യോഗസ്ഥരെ കാണാൻ പോകണം. ഇങ്ങനത്തെ എല്ലാ വള്ളിയും പിടിക്കും. പിന്നെ അവിടെ സമയം ഉണ്ടാവുന്നത് പ്രയോറിറ്റിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ഇമ്പോർട്ടന്റും അർജന്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു CEO ഒരിക്കലും ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. കുറച്ചും കൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങള് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യസമയത്ത് ചെയ്താൽ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ചോദിക്കും ആശുപത്രി കേസ് ഉണ്ടാവില്ലേ? ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവന്റെ ആരോഗ്യം മോശമാകുമ്പോഴാണല്ലോ അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. ആണോ? അവനൊരിക്കലും ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അവന് കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അവന്റെ ഹെൽത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ പാലിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടന്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അർജന്റ് ചെയ്യുന്നില്ലെന്നല്ല. പക്ഷെ അങ്ങനെ അതാണ് എക്സ്ട്രീം. ഇമ്പോർട്ടന്റ് മാത്രം ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ഇന്നതാണ്, അത് മാത്രം ചെയ്യുക എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു അർജൻസിയും വരില്ല നിങ്ങളുടെ ജീവിതം. കറണ്ട് ബില്ല് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അടഞ്ഞു വെക്കോളും. എപ്പോഴത് അർജന്റ് ആയിട്ട് വരുന്നത്? അവസാന ദിവസത്തേക്ക് വെക്കുമ്പോഴാണ്, അല്ലേ? എന്താ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ എല്ലാവരുടെയും ചില ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കിതൊക്കെ അറിയാം, ഞാനത് കുറെ പഠിച്ചിട്ടില്ല, ഇതിനൊന്നും വലിയ സംഭവമൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് മാറാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയാം, ഒറ്റയ്ക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. ഈ ഒരു സ്ട്രക്ചറിൽ ഹരിദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം, രാമേന്ദ്രേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചറിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ ഒരാൾ വേണം, പിന്നീട് തള്ളാൻ ഒരാൾ വേണം. അത് എന്ത് തന്നെ വന്നാലും, അതർ ദാൻ ഏജ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, നിങ്ങൾക്ക് തള്ളാൻ ഒരാൾ വേണം. അതുകൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവൻ മാറിയെന്ന് പറയുന്ന കുറെ അമ്മായിമാരെ കണ്ടിട്ടുണ്ടോ? ഭാര്യ കാരണം അവൻ മാറിയെന്ന് പറയുന്നത്. കാരണം അറിയോ? ഒരാൾ നമ്മുടെ ഒപ്പം ജീവിതത്തിൽ വരുന്നു, അവര് പുഷ് ചെയ്ത് തരുമ്പോ നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിന് ഒരു തെറ്റുമില്ല. നല്ലതാണോ മോശമാണോ രണ്ടാമത്തെ കാര്യം. ഒരാളൊപ്പം നമുക്ക് വേണം പുഷ് ചെയ്യാൻ. ഒരു മെന്റർ ആയിട്ട് ഒരാൾ വേണം. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, പ്രോത്സാഹിപ്പിക്കാൻ. ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉള്ളതും ഒറ്റയ്ക്ക് ചെയ്യുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസം. നിങ്ങൾ 10 പുഷപ്പാണ് നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനർ 15 ചെയ്യിപ്പിക്കും.
നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് അവിടെ 6 മണിക്ക് 25 പേര് 7:30 മണിയായിട്ടും ഇരിക്കുകയാണ് ഇവിടെ? എന്തുകൊണ്ടാണ്? വെരി സിമ്പിൾ. എന്തോ കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ? വേറെ പണിയിലായിട്ടല്ലോ. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് താല്പര്യം ഓക്കെ ഉള്ളവര് വിട്ടുപോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ ടോപ്പിക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സംസാരിക്കാം, നമുക്ക് പിന്നെ സംസാരിക്കാം അല്ലേ? നാളത്തേക്ക് വേണ്ടേ? തീരില്ല. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണൂലോ അല്ലേ? ചോദ്യമൊന്നുമില്ലല്ലോ? അപ്പൊ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ എന്ന് ചോദിക്കുന്നത് മറ്റേ ബാലേട്ടൻ സിനിമയിൽ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു നല്ല പ്രാവാണ്, ഏത് കാര്യത്തിനൊപ്പം ആള് വേണം, നല്ല വള്ളി പിടിക്കുന്ന ആളാണ്. ശരിയല്ലേ? അതെ. അതുകൊണ്ട് തന്നെ അവസാനം ആധാരം വരെ കൊണ്ടു കൊടുക്കില്ല സാർ. അത്രേ ഉള്ളൂ. ഞാൻ ഹരിദാസേട്ടന്റെ കഥ മറ്റേ ലാലേട്ടനാക്കി എടുത്തു മാത്രമേ ഉള്ളൂ. ശ്രീജു സാറേ, ഈ PDF-ന്റെ വേർഡ് ഫയൽ ആണ് അയച്ചേക്കണേ, മലയാളത്തിലുള്ളത്. എന്റെ ജോജോബായി താങ്കൾ എടുത്തതില്ല? എന്റെ ഉണ്ടായിരുന്നു, പോയി. ഞാൻ തന്നെ 2 വട്ടം അയച്ചിട്ടോ സംശയം എനിക്ക്. എന്നാലും ഒന്നുകൂടെ അയച്ചു പ്രാവശ്യം കൂടെ. ഇപ്പൊ ഏതാ കിടക്കണേ? ഈഗിൾ തന്നെയല്ലേ? ഈഗിൾ തന്നെയാണ്. എന്നാലും നമ്മള് എല്ലാരും സ്റ്റാഫിന് കൊടുക്കണതാ. ശരി, ഞാൻ അയച്ചു. ഗ്രൂപ്പിലിട്ടാകത്ത് എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഇംഗ്ലീഷ് പലർക്കും ഉപയോഗിക്കാൻ പാടായിരിക്കും. ശരി, ഉറപ്പായിട്ടും. ശരി. ഓക്കെ. Thank you. ക്ലാസ്സുകൾ വളരെ നന്നായിരുന്നു. ഓക്കെ. ഈ പറയുന്ന ജോജോബായി ഞാനും അനിൽ സാറും ഒരുമിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണാണ്, അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. ടീം സ്പിരിറ്റ് വരുന്നുണ്ട് സാറേ, നല്ലൊരു ടീം സ്പിരിറ്റ് വരുന്നുണ്ട്. ഈ ഒരു ടീം സ്പിരിറ്റ് മതിയാവും നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടാൻ. കാരണം ഒരു ക്യാരക്ടറൈസേഷൻ 21 ദിവസം നീട്ടിപ്പിടിക്കണോ? 21 ദിവസം നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ സാറേ സാറിനും ബെനിഫിറ്റ് വേണ്ടേ? അതൊരു പ്ലാൻ ചെയ്തിട്ട് അതിന് ദുഡ് വെക്കണം, ദുഡ് ഇറക്കേണ്ടി വരും. അതെ ഞാൻ പറഞ്ഞു. ആൾക്കാർക്ക് കുറച്ച് സീരിയസ്നെസ്സും വരും. അല്ല, അത് ഞാൻ പറയാം. 40 ആള് 30 ആളുടെ ചുരുങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം ദേ ആർ നോട്ട് ഇൻവെസ്റ്റഡ് എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയാം. ബേസിക്കലി നോക്കാം, പ്ലാൻ ചെയ്യാം. സീരിയസ്നെസ് ഇല്ലാത്ത ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും സാറെന്ന് പറഞ്ഞ ബിസിനസ് ബഡ്ഡിയിലൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് പോലും വരാത്ത ആൾക്കാര് ഉണ്ട്. ചെറിയ എമൗണ്ട് ഉണ്ടെന്നൊക്കെ സംശയമുണ്ട്. അല്ല, അതുകൊണ്ടല്ല സാറേ, അത് ബേസിക് അങ്ങനെയായിരിക്കും. അവർ എന്ത് കാര്യത്തിന് ചെയ്താലും ചിലപ്പോ അങ്ങനെയായിരിക്കും. ഹരിദാസായിട്ട് ഒരു 10 പേരെ മാറ്റാനുള്ളൊരു ചലഞ്ച് എടുക്കണോ? ഒരു വർഷം കൊണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളത് എന്താ തോന്നണേ? വേണം. 10-15 പേരാണെങ്കിൽ കുഴപ്പമില്ല സാറേ. എല്ലാരെയും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റും. എല്ലാവർക്കും ഒരു പ്രൈവറ്റ് ടൈം കൊടുക്കാനും പറ്റും. ഓരോ ദിവസം ഓരോരുത്തർ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഓരോരുത്തരെ അനലൈസ് ചെയ്യാനും പറ്റും. ഇന്നലെ നാളെ ഒരു 1 crore ഒക്കെ എന്റർപ്രൈസ് ആയിട്ട് മാറിക്കഴിഞ്ഞാല്. അല്ല, ഒരു കാര്യം പറയാം. നമുക്ക് ബേസിക്കലി നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാൻ പറ്റും. സനീഷിയുടെ മാറ്റം എന്താ? സനീഷ് ഇങ്ങോട്ട് വരാറുണ്ട് എൻ്റെ അടുത്ത്. സാക്കിർ ജി ഇങ്ങോട്ട് വരാറുണ്ട്. ജീവൻ സാറ് ഇങ്ങോട്ട് വരാറുണ്ട്. അതാണ് മാറ്റം. നോക്കാം, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നോക്കട്ടെ എത്രത്തോളം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം, രാവിലത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പരിപാടി പിടിക്കും. അപ്പൊ എന്റെ പരിപാടി ഞാൻ മൊത്തം ഓഗസ്റ്റ് 10-ാം തീയതിക്ക് ശേഷം ആക്കി മാറ്റി. മക്കളെ കണ്ടിട്ട് 3 മാസമായി. ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ വരുന്നില്ലേ ചോദിച്ചു. ഇല്ല മക്കളെ, ഓണത്തിന് എന്ന് പറഞ്ഞിരിക്കും. അല്ല, മീറ്റിംഗ്സുകളോ അങ്ങനത്തെ കാര്യങ്ങൾ വരും. നോക്കാം, ഒന്ന് പ്ലാൻ ചെയ്യും. വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. പേർക്ക് താല്പര്യമുള്ളവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒരു 10 പേരെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാന്നുള്ള എനിക്ക് തോന്നുന്നു. 10 or 15 നോക്കാം. എന്തായാലും താല്പര്യമുള്ളവർ പറയും, നമുക്ക് നോക്കാം. ശരി, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ടാറ്റ, ബൈ. ഓക്കെ, നാളെ കാണാം.